വെൽക്കം ടു SSC മലയാളി. ഞാൻ സനൂപ്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മിഡീവൽ ഹിസ്റ്ററി പാർട്ട് 1 ആണ്. അപ്പം മിഡീവൽ ഹിസ്റ്ററി പാർട്ട് 1ലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ളത്, പൊളിറ്റിയുടെ 3 ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്തു, ജോഗ്രഫിയുടെ 2 പാർട്ട് നമ്മൾ ചെയ്തു. അപ്പം ഇത്രയും ഭാഗങ്ങളാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ആക്കിയിട്ടുള്ളത്. അപ്പം ഇത്രയും ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള തെറ്റുകളൊന്ന് ഞാനിവിടെ കറക്റ്റ് ചെയ്യുകയാണ്. അപ്പം അതിന് ശേഷം നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ തെറ്റ് പൊളിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് വന്നതാണ്. പൊളിറ്റി എന്ന് പറയുന്ന ഭാഗത്തിൽ നാഷണൽ ആന്തം അഡോപ്റ്റ് ചെയ്ത ഡേറ്റ് ഞാനവിടെ കൊടുത്തിട്ടുണ്ടായത് 1945 ജനുവരി 24 എന്നായിരുന്നു. അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നതാണ്. ശരിക്കുള്ള ഡേറ്റ് എന്ന് പറയുന്നത് 1950 ജനുവരി 24 ആണ്. ഓക്കെ, അതൊന്ന് കറക്റ്റ് ചെയ്യുക. പിന്നെ പൊളിറ്റിയിൽ തന്നെ വന്ന മറ്റൊരു കാര്യമാണ്, പ്രസിഡന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായത് 53 എന്നാണ്. അതും ഒന്ന് കറക്റ്റ് ചെയ്യുക. 54 ആണ് പ്രസിഡന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ. 53ാമത്തെ ആർട്ടിക്കിൾ നമുക്കത്ര ആവശ്യമില്ല എന്ന് തന്നെ പറയാം. പിന്നെ ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സാറ്റലൈറ്റ്സ്, ഏറ്റവും കൂടുതൽ സാറ്റലൈറ്റ്സ് ഉള്ള പ്ലാനറ്റ് ഏതാണ് എന്ന് പറഞ്ഞത് ജൂപ്പിറ്റർ ആയിരുന്നു. സോ ജൂപ്പിറ്റർ അല്ല. 2019 സെപ്റ്റംബർ മാസത്തിൽ BBC റിപ്പോർട്ട് പ്രകാരം സാറ്റേൺ ടോട്ടൽ നമ്പർ ഓഫ് സാറ്റലൈറ്റ്സിൻ്റെ കാര്യത്തിൽ ജൂപ്പിറ്ററിനെ മറികടന്നു എന്നൊരു റിപ്പോർട്ട് കണ്ടു. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിലവിൽ സാറ്റേൺ ആണ് ഏറ്റവും കൂടുതൽ സാറ്റലൈറ്റ്സ് ഉള്ള പ്ലാനറ്റ്. ഓക്കെ, അപ്പം എക്സാമിന് ജൂപ്പിറ്റർ അഥവാ ഓപ്ഷൻ ആൻസർ കീയിൽ വരികയാണെങ്കിൽ തന്നെ നിങ്ങൾക്കത് ചാലഞ്ച് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും. സോ ഇപ്പോൾ സാറ്റേൺ ആണ് ടോട്ടൽ നമ്പർ ഓഫ് സാറ്റലൈറ്റ്സിൽ ഏറ്റവും കൂടുതലുള്ളത് എന്ന് നോക്കി വെക്കുക. ഓക്കെ, പിന്നെ ബ്ലഡ് മൂണിൻ്റെ കാര്യമാണ്. ബ്ലഡ് മൂൺ ഞാൻ പറഞ്ഞത് സോളാർ എക്ലിപ്സിനുമായി ബന്ധപ്പെട്ട ടേമാണ് എന്നാണ്. പക്ഷേ ബ്ലഡ് മൂൺ എന്ന് വിശേഷിപ്പിക്കുന്നത് ലൂണാർ എക്ലിപ്സ് ആണ് എന്ന് മനസ്സിലാക്കുക. ലൂണാർ എക്ലിപ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായി, MES എന്ന ഫോമിൽ. മൂൺ, എർത്ത്, സൺ, ഇത് സ്ട്രെയിറ്റ് ലൈനിൽ വരുമ്പോൾ ആണ് ലൂണാർ എക്ലിപ്സ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. ഇനി ലൂണാർ എക്ലിപ്സ് തന്നെ നമുക്ക് പാർഷ്യൽ ലൂണാർ എക്ലിപ്സ് എന്നും ടോട്ടൽ ലൂണാർ എക്ലിപ്സ് എന്നൊക്കെ വിളിക്കാൻ വേണ്ടി പറ്റും. പാർഷ്യൽ ലൂണാർ എക്ലിപ്സ് എന്ന് പറയുന്നത് എർത്തിൻ്റെ ഷാഡോ, ഇത്രയും ഭാഗത്ത് മാത്രം എർത്ത് ഷാഡോ വന്നാൽ ഇത്രയും ഭാഗം നമുക്ക് മൂണ് കാണാൻ പറ്റും. ആ ഒരു രീതിയാണെങ്കിൽ അത് പാർഷ്യൽ ലൂണാർ എക്ലിപ്സ് ആണ്. ഇനി മൂണ് കംപ്ലീറ്റ് ആയിട്ട് എർത്തിൻ്റെ ഷാഡോ വരികയാണെങ്കിൽ അത് ടോട്ടൽ ലൂണാർ എക്ലിപ്സ് ആണ്. ഈ ടോട്ടൽ ലൂണാർ എക്ലിപ്സിൻ്റെ ടൈമിൽ എർത്തിലേക്ക് വരുന്ന സൺലൈറ്റ്, അതിൻ്റെ റെഡ് വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് എർത്തിൽ തട്ടി ബെൻഡ് ചെയ്തിട്ട് മൂണിലേക്ക് പതിക്കുന്നു. അപ്പോൾ ആ റെഡ് കളറാണ് നമ്മൾ മൂണിനെ കാണപ്പെടുന്നത്. സോ അതുകൊണ്ടാണ് അതിനെ ബ്ലഡ് മൂൺ എന്ന് വിശേഷിപ്പിക്കുന്നത്. സോ മനസ്സിലാക്കുക, ബ്ലഡ് മൂൺ എന്ന വിശേഷണം ടോട്ടൽ ലൂണാർ എക്ലിപ്സുമായി ബന്ധപ്പെട്ടതാണ്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇനി നമ്മൾ ഈ ഒരു ക്ലാസ്സിലേക്ക് വരികയാണ്. മിഡീവൽ ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം ഏർലി മിഡീവൽ ഹിസ്റ്ററി എന്തായിരുന്നു എന്ന് നോക്കാം. ഏർലി മിഡീവൽ ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ ഇന്ത്യ എന്ന രാജ്യത്തെ നമുക്ക് നോർത്ത് എന്നും സൗത്ത് എന്നുമായിട്ട് ആദ്യം ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ഈ സൗത്ത് ഭാഗത്തിലുള്ള പ്രധാനപ്പെട്ട രാജാക്കന്മാർ ഏതൊക്കെയാണ് എന്ന് ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം അതിൽ ചോള എംപയർ ആണ് നമുക്ക് ആദ്യം നോക്കാനുള്ളത്. ചോള എംപയർ എന്ന് പറയുമ്പോൾ തഞ്ചാവൂർ ആസ്ഥാനമാക്കി പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു രാജാക്കന്മാരായിരുന്നു ചോള എംപയർ എന്ന് പറയുന്നത്. ചോള എംപയർ സ്ഥാപിക്കുന്നത് വിജയലയ എന്ന് പറയുന്ന രാജാവാണ്. അദ്ദേഹം 850 AD കാലഘട്ടത്തിലാണ് ചോള എംപയർ സ്ഥാപിക്കുന്നത്. ഞാനിവിടെ ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക, കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ ഡേറ്റ് മെൻഷൻ ചെയ്തുകൊണ്ട് അത് ഒന്ന് ഓർത്തു വെക്കുക. സോ വിജയലയ എന്ന് പറയുന്ന റൂളറാണ് 850 AD ചോള എംപയർ സ്ഥാപിക്കുന്നത്. തഞ്ചാവൂർ ആയിരുന്നു ക്യാപിറ്റൽ. ഗംഗൈകൊണ്ട ചോളപുരം എന്നൊരു ക്യാപിറ്റൽ കൂടി ഉണ്ടായി. 2 ക്യാപിറ്റൽ ഉണ്ടായി. ഒന്ന് തഞ്ചാവൂരും മറ്റൊന്ന് ഗംഗൈകൊണ്ട ചോളപുരം. ഇനി ചോള എംപയറിലെ പ്രധാനപ്പെട്ട ഒരു രാജാവാണ് രാജരാജ. വിജയലയ
കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ള രാജാവാണ്, പ്രധാനപ്പെട്ട രാജാവാണ് രാജരാജ എന്ന് പറയുന്നത്. ഈ രാജരാജ എന്ന പേര് പ്രശസ്തമാകാനുള്ള കാരണം രാജരാജേശ്വര ടെമ്പിൾ, തഞ്ചാവൂരിലുള്ള രാജരാജേശ്വര ടെമ്പിൾ നിർമ്മിച്ചെടുത്തത് രാജരാജ എന്ന് പറയുന്ന റൂളറായിരുന്നു. അതിന് മറ്റൊരു പേര് ബൃഹദേശ്വർ എന്നും അറിയപ്പെടും. ബൃഹദേശ്വര ടെമ്പിൾ ശിവ ഡിവോട്ടി ആയിട്ടുള്ള ടെമ്പിളാണിത്. തഞ്ചാവൂരാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. പിന്നെ അതിനുശേഷം വന്നിട്ടുള്ള പ്രധാനപ്പെട്ട റൂളറാണ് രാജേന്ദ്ര ചോള ഒന്നാമൻ. രാജേന്ദ്ര ചോള ഒന്നാമൻ്റെ മറ്റൊരു പേരാണ് ഗംഗൈക്കൊണ്ട ചോള എന്നുള്ളത്. ഗംഗൈക്കൊണ്ട ചോള. രാജേന്ദ്ര ചോള ഒന്നാമൻ അറിയപ്പെടുന്നത് കോൺകറർ ഓഫ് റിവർ ഗംഗ എന്നാണ്. കോൺകറർ ഓഫ് റിവർ ഗംഗ. ഈ രാജേന്ദ്ര ചോള ഒന്നാമൻ പല സ്ഥലങ്ങളും കീഴടക്കിയ ഒരു വ്യക്തിയാണ്. ഒറീസ, ബംഗാൾ, ബർമ്മ, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ കീഴടക്കി ശക്തി തെളിയിച്ച വ്യക്തിയാണ് ഈ രാജേന്ദ്ര ചോള ഒന്നാമൻ. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. പിന്നെ അതിന് ശേഷം വന്നിട്ടുള്ള രാജാവാണ് രാജേന്ദ്ര ചോള രണ്ടാമൻ. ഇദ്ദേഹമാണ് തമിഴ്നാട്ടിലുള്ള ഐരാവതേശ്വര ടെമ്പിൾ സ്ഥാപിച്ചത്. തമിഴ്നാട്ടിലുള്ള ഐരാവതേശ്വര ടെമ്പിൾ സ്ഥാപിച്ചത് രാജേന്ദ്ര ചോള രണ്ടാമനാണെന്ന് കൂടി ഓർക്കുക. ഈ ചോള എംപയറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരുടെ നിർമ്മിതികളെല്ലാം, ഇവരുടെ ആർക്കിടെക്ചേഴ്സ് എല്ലാം ഒരു ദ്രാവിഡൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചേഴ്സ് ആയിരുന്നു. ദ്രാവിഡൻ സ്റ്റൈൽ. ഓക്കെ, അപ്പം അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് കൈലാഷ്നാഥ് ടെമ്പിൾ. കാഞ്ചീപുരത്ത് സ്ഥിതി ചെയ്യുന്ന കൈലാഷ്നാഥ് ടെമ്പിൾ, അതും ചോള എംപയറിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ടെമ്പിളാണ്. ഇതാണ് ഒരു ദ്രാവിഡൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിന് പെർഫെക്റ്റ് എക്സാമ്പിളായിട്ട് നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്നത്. ഓക്കെ, സോ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ, ചോള എംപയർ നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ, സൗത്ത് ഇന്ത്യയിൽ മറ്റ് സ്ഥലങ്ങളിൽ കാണപ്പെട്ട പ്രധാനപ്പെട്ട രാജവംശങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തേത് കക്കത്തിയാസ്. കക്കത്തിയാസ് രാജവംശം കാണപ്പെട്ടത് ആന്ധ്രാപ്രദേശിലെ വാരങ്കൽ മേഖലകളിലായിരുന്നു. ആന്ധ്രാപ്രദേശിലെ വാരങ്കൽ. ഇനി യാദവാസ് എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ ദേവഗിരി ആസ്ഥാനമായിട്ട് പ്രവർത്തിച്ചു പോകുന്ന രാജവംശമായിരുന്നു. മഹാരാഷ്ട്രയിലെ ദേവഗിരി. ഇനി ഹൊയ്സലാസ് എന്ന് പറയുന്നത് കർണാടകയിലെ ദ്വാരസമുദ്ര ആസ്ഥാനമായി പ്രവർത്തിച്ചു പോകുന്ന രാജവംശമായിരുന്നു. കർണാടക ദ്വാരസമുദ്ര. ഓക്കെ, പിന്നെയുള്ളത് വെസ്റ്റേൺ ചാലൂക്യാസ് ആണ്. നമ്മൾ ചാലൂക്യാസ് ഓൾറെഡി പറഞ്ഞതാണ്. ചാലൂക്യാസ് ഓഫ് വതാപി എന്നൊരു ടേമിൽ നമ്മൾ പറഞ്ഞു. അത് കർണാടക മേഖലകളിൽ ഉണ്ടായിരുന്ന രാജവംശമായിരുന്നു. വെസ്റ്റേൺ ചാലൂക്യസ് ആയിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ നിലനിന്നു പോയിരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന രാജവംശത്തെ പറ്റി പറയാനുള്ളത്. ഓക്കെ, ഒന്നുകൂടെ നമ്മൾ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോവുകയാണെങ്കിൽ, സൗത്ത് ഇന്ത്യയിൽ ചോള എംപയർ ആയിരുന്നു ഏറ്റവും പ്രശസ്തമായിട്ടുള്ള രാജവംശം. തഞ്ചാവൂർ അല്ലെങ്കിൽ ഗംഗൈക്കൊണ്ട ചോളപുരം ആസ്ഥാനമാക്കി പ്രവർത്തിച്ചു പോയിരുന്ന രാജവംശമായിരുന്നു ചോള എംപയർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫൗണ്ടറാണ് വിജയലയ. AD 850 ചോള എംപയർ സ്ഥാപിക്കപ്പെടുന്നത്. അതിനുശേഷം വന്നിട്ടുള്ള രാജാവായിരുന്നു രാജരാജ എന്ന് പറയുന്നത്. ഇദ്ദേഹമാണ് രാജരാജേശ്വര ടെമ്പിൾ. തഞ്ചാവൂരാണ് രാജരാജേശ്വര ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. മറ്റൊരു പേര് ബൃഹദേശ്വര ടെമ്പിൾ. പിന്നെ വന്ന റൂളറാണ് രാജേന്ദ്ര ചോള ഒന്നാമൻ. ഗംഗൈക്കൊണ്ട ചോള എന്ന വിശേഷണമുള്ളത് രാജേന്ദ്ര ചോള ഒന്നാമനാണ്. കോൺകറർ ഓഫ് റിവർ ഗംഗ എന്നറിയപ്പെടുന്നത് രാജേന്ദ്ര ചോള ഒന്നാമനാണ്. മറ്റ് സ്ഥലങ്ങളായുള്ള ഒറീസ, ബംഗാൾ, ബർമ്മ, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഇതൊക്കെ കീഴടക്കിയ വ്യക്തിയാണ് ഈ രാജേന്ദ്ര ചോള ഒന്നാമൻ. പിന്നെ സക്സീഡ് ചെയ്ത് വന്ന റൂളറാണ് രാജേന്ദ്ര ചോള രണ്ടാമൻ. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഐരാവതേശ്വര ടെമ്പിൾ ദ്രാവിഡ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചേഴ്സ് ആണ് ചോള എംപയർ ഫോളോ ചെയ്തിരുന്നതെന്ന് കൂടി ഓർക്കുക. പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ മറ്റ് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിലനിന്നു പോയിരുന്ന രാജവംശങ്ങൾ കൂടി നോക്കുകയാണെങ്കിൽ അതിൽ പ്രധാനപ്പെട്ടതാണ് കക്കത്തിയാസ്. ആന്ധ്രാപ്രദേശിലെ വാരങ്കൽ ആസ്ഥാനമായി പ്രവർത്തിച്ചു പോന്ന ഒരു രാജവംശമാണ് കക്കത്തിയാസ്. പിന്നെയുള്ളത് യാദവാസ്, മഹാരാഷ്ട്രയിലെ ദേവഗിരി ആസ്ഥാനമായി പ്രവർത്തിച്ചു പോകുന്ന രാജവംശം. പിന്നെ വന്നത് ഹൊയ്സലാസ്, കർണാടകയിലെ ദ്വാരസമുദ്ര ആസ്ഥാനമായി പ്രവർത്തിച്ചത്. വെസ്റ്റേൺ ചാലൂക്യാസും കർണാടകയിൽ തന്നെ പ്രവർത്തിച്ചു പോയത്, കർണാടകയിലെ കല്യാണി ആസ്ഥാനമായി പ്രവർത്തിച്ചത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ
ഓർക്കുക. ഇനി നോർത്ത് ഇന്ത്യയിലെ കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള രാജവംശമാണ് നമുക്ക് നോക്കാനുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് പാലാസ്, പാർത്തിഹാരാസ്, രാഷ്ട്രകൂദാസ്. നോർത്ത് ഇന്ത്യയിലെ ഈ ഒരു കാലഘട്ടത്തെ നമ്മൾ പറയുന്നത് രാജ്പുത പീരിയഡ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ പാലാസ് രാജവംശം എങ്ങനെയാണ് എന്ന് നോക്കാം. പാലാസ് രാജവംശത്തിൻ്റെ ഫൗണ്ടറാണ് ഗോപാല. 750 AD പാലാസ് എന്ന് പറയുന്ന രാജവംശം നിലവിൽ വന്നത്. ഗോപാലനാണ് അതിൻ്റെ ഫൗണ്ടർ. ഗോപാലനല്ല, ഗോപാല, അതാണ് അതിൻ്റെ ഫൗണ്ടർ എന്ന് ഓർക്കുക. പിന്നെ വേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ധർമ്മപാല. അതിനുശേഷം വന്ന റൂളറാണ് ധർമ്മപാല. അദ്ദേഹമാണ് വിക്രമശില യൂണിവേഴ്സിറ്റി നിർമ്മിച്ചത്. വിക്രമശില യൂണിവേഴ്സിറ്റി ഫൗണ്ടർ ഇമ്പോർട്ടൻ്റ് ആണ്. വിക്രമശില യൂണിവേഴ്സിറ്റിയുടെ ഫൗണ്ടറാണ് ധർമ്മപാല. ധർമ്മപാലയുടെ മറ്റൊരു കോൺട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ നളന്ദ യൂണിവേഴ്സിറ്റിക്ക് ഒരു പുതുജീവൻ കൊടുത്തു. നമ്മൾ പറഞ്ഞു ഗുപ്ത കാലഘട്ടത്തിലാണ് നളന്ദ യൂണിവേഴ്സിറ്റി നിർമ്മിക്കപ്പെട്ടത്. പക്ഷേ പാലാസിലെ പ്രധാന ഭരണാധികാരിയായിരുന്ന ധർമ്മപാല നളന്ദ യൂണിവേഴ്സിറ്റിക്ക് ഒരു പുതുജീവൻ, നളന്ദ യൂണിവേഴ്സിറ്റിയെ റിവൈവ് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, പിന്നെ വേണ്ടത് പാർത്തിഹാരാസ് ആണ്. പാർത്തിഹാരാസിൻ്റെ ഫൗണ്ടറാണ് നാഗഭട്ട് ഒന്നാമൻ. പാർത്തിഹാരാസ് ആസ്ഥാനമാക്കിയുള്ളത് അവന്തി കനൗജി മേഖലകളാണ്. അവന്തി കനൗജി മേഖലകൾ. ഓക്കെ, അപ്പോൾ അത് പറയുമ്പം പാലാസിൻ്റെ ആസ്ഥാനം നമ്മൾ പറഞ്ഞിട്ടില്ല. അതും ബീഹാറിലെ ഒരു സ്ഥലമായുള്ള മുഡ്ഡഗിരി എന്ന് പറയുന്നതാണ്. ബീഹാറിലെ ആസ്ഥാനം എന്ന് ഓർത്താൽ മതി, ബീഹാറിലെ മുഡ്ഡഗിരി. പാർത്തിഹാരാസിൻ്റെ ക്യാപിറ്റൽ പറഞ്ഞു അവന്തി കനൗജ് എന്നായിരുന്നു. പിന്നെ ഒരു പ്രധാനപ്പെട്ട റൂളറായിരുന്നു മിഹിർഭോജ. മിഹിർഭോജയാണ് ഭോജ്പാൽ സിറ്റി രൂപീകരിച്ചെടുത്തത്. നമ്മൾ ഇന്ന് കാണുന്ന ഭോപ്പാൽ ഉണ്ടല്ലോ, ഭോപ്പാൽ എന്ന് പറയുന്നത് മധ്യപ്രദേശിൻ്റെ ആസ്ഥാനമായിട്ടുള്ള ഭോപ്പാൽ. അപ്പം അതിൻ്റെ പഴയ പേരാണ് ഭോജ്പാൽ. ഈ ഭോജ്പാൽ എന്ന് പറയുന്ന സിറ്റി രൂപീകരിച്ചെടുത്തത് ആരാണ്? മിഹിർഭോജ എന്ന് പറയുന്ന റൂളറായിരുന്നു എന്ന് കൂടി ഓർക്കുക. സോ അത്രയാണ് പാർത്തിഹാരാസിൽ നോക്കേണ്ടത്. പിന്നെ രാഷ്ട്രകൂദാസ്. രാഷ്ട്രകൂദാസിലേക്ക് വരുമ്പോൾ അവരുടെ ഫൗണ്ടറാണ് ദന്തി ദുർഗ്. അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ അവരുടെ ക്യാപിറ്റലാണ് മൽഖണ്ഡ്. കൃഷ്ണ ഒന്നാമനാണ് പ്രധാനപ്പെട്ട ഒരു റൂളറായിട്ട് അറിയപ്പെടുന്നത്. കൃഷ്ണ ഒന്നാമനാണ് കൈലാഷ് ടെമ്പിൾ, അതായത് എല്ലോറ കേവ്സ് നമ്മൾ പറഞ്ഞു. മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട കേവാണ് എല്ലോറ കേവ് എന്ന് പറഞ്ഞിട്ടുണ്ടായി. ഈ എല്ലോറ കേവിലെ പ്രധാനപ്പെട്ട ഒരു ടെമ്പിളാണ് കൈലാഷ് ടെമ്പിൾ. ഇത് നിർമ്മിച്ചെടുത്തത് ആരാണ്? കൃഷ്ണ ഒന്നാമനാണ്. ഓക്കെ, കൈലാഷ് ടെമ്പിൾ അറ്റ് എല്ലോറ നിർമ്മിച്ചത് കൃഷ്ണ ഒന്നാമനാണ് എന്ന് കൂടി ഓർക്കുക. അതാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ബാക്കിയൊന്നും നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ആവശ്യമില്ല. ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ നമ്മൾ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. ഓക്കെ, സോ നോർത്ത് ഇന്ത്യയിൽ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർക്കുക. രാജ്പുത പീരിയഡ് എന്നായിരുന്നു നോർത്ത് ഇന്ത്യയിലെ ഏർലി മിഡവിൽ പീരിയഡിനെ അറിയപ്പെട്ടിരുന്നത്. അതിലെ പാലാസ് ആണ് ആദ്യം പറഞ്ഞത്. പാലാസിൻ്റെ ഫൗണ്ടർ ഗോപാല. ബീഹാറിലെ മുഡ്ഡഗിരി ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന രാജവംശമാണ് ഈ പാലാസ് എന്ന് പറയുന്നത്. ധർമ്മപാലനാണ് പ്രധാനപ്പെട്ട ഒരു റൂളർ. അദ്ദേഹമാണ് വിക്രമശില യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത്. മാത്രമല്ല നളന്ദ യൂണിവേഴ്സിറ്റിയെ റിവൈവ് ചെയ്തതും ഈ ധർമ്മപാല എന്ന് പറയുന്ന വ്യക്തിയാണ്. പിന്നെ പാർത്തിഹാരാസ് പറഞ്ഞു. പാർത്തിഹാരാസിന്റെ ഫൗണ്ടർ പറഞ്ഞു നാഗഭട്ട്. ക്യാപിറ്റൽ പറഞ്ഞു അവന്ദീപ് കനൗജി. പിന്നെ മിഹിർഭോജ, ഇന്ന് കാണുന്ന ഭോപ്പാൽ സിറ്റി, പണ്ടത്തെ പേര് ഭോജ്പാൽ സിറ്റി, അത് നിർമ്മിച്ചെടുത്തത് മിഹിർഭോജയാണ്. അതാണ് അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിന്റ്. പിന്നെ പറഞ്ഞത് രാഷ്ട്രകൂദാസ്. രാഷ്ട്രകൂദാസിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് എന്ന് വെച്ചാൽ എല്ലോറയിൽ കാണപ്പെടുന്ന കൈലാഷ് ടെമ്പിൾ നിർമ്മിച്ചത് കൃഷ്ണ വൺ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രകൂത റൂളർ ആയിരുന്നു എന്ന് കൂടി ഓർക്കുക. ഇനി സുൽത്താനേറ്റ് പീരീഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏർലി മിഡവിൽ പീരീഡ് നമ്മൾ കഴിഞ്ഞു. അപ്പം അതിനുശേഷം വന്ന കാലഘട്ടമാണ് സുൽത്താനേറ്റ് പീരീഡ്. സുൽത്താനേറ്റ് പീരീഡിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ എന്ത് പറയണം? അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയണം. എങ്ങനെയാണ് ആ സുൽത്താനേറ്റ് പീരീഡ് വന്നത് എന്നുള്ള കാര്യങ്ങൾ പറയണം. ഓക്കെ, അപ്പം അതിൻ്റെ ഇതിലേക്ക് വരുമ്പോൾ ആദ്യം ഇന്ത്യയെ അറ്റാക്ക് ചെയ്ത മുസ്ലിം വംശം ഏതാണെന്ന് ചോദിക്കും. ആദ്യത്തെ മുസ്ലിം അറ്റാക്ക് ഉണ്ടായത് ബിൻ ഖാസിം എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നാണ്. ഏതാണ്ട് 712 AD എന്ന കാലഘട്ടത്തിലാണ് ആദ്യമായിട്ടൊരു മുസ്ലിം ഇൻവേഷൻ ഇന്ത്യയിൽ ഉണ്ടായത്. ബിൻ ഖാസിമിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ഇൻവേഷൻ. അപ്പം അതിനുശേഷമാണ് മുഹമ്മദ് ഗസ്നി ഇന്ത്യയിലേക്ക് വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നത്. ഈ ഒരു ഡേറ്റ് നിർബന്ധമായിട്ട് ഓർക്കുക, 1025. ഈ വർഷമാണ് ഗുജറാത്തിലെ സോമനാഥ് ടെമ്പിൾ, ഹിന്ദുക്കളിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിളാണ് സോമനാഥ് ടെമ്പിൾ. അത്
1025 എന്ന ഡേറ്റിലാണ് മുഹമ്മദ് ഗസ്നി അറ്റാക്ക് ചെയ്യുന്നത്. അങ്ങനെ 1026 ആ ടെമ്പിൾ നശിപ്പിക്കപ്പെടുകയും ചെയ്തു. 1025 സോമനാഥ് അറ്റാക്ക് ഉണ്ടായത്. അത് ആരാണ് അറ്റാക്ക് ചെയ്തതെന്നും കൂടി ചോദിക്കും. മുഹമ്മദ് ഗസ്നിയാണ് എന്ന് കൂടി ഓർക്കുക. ഓക്കെ. പിന്നെ അതിനുശേഷമാണ് മുഹമ്മദ് ഗോറി അറ്റാക്ക് ചെയ്യുന്നത്. മുഹമ്മദ് ഗോറി 1175 കാലഘട്ടത്തിൽ ഇന്ത്യയെ അറ്റാക്ക് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് മുൾട്ടാൻ എന്ന് പറയുന്ന പ്രദേശം പിടിച്ചെടുക്കുകയും ഇദ്ദേഹം ചെയ്തു. ഓക്കെ. മുൾട്ടാൻ പിടിച്ചെടുത്തതോടുകൂടിയാണ് ഇന്ത്യയിലെ മുസ്ലിം ഭരണത്തിന് തുടക്കം കുറിക്കുന്നത്. സോ ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് തുടക്കം കുറിച്ചത് ആരാണെന്ന് ചോദിക്കും. അത് മുഹമ്മദ് ഗോറിയാണ്. ഓക്കെ. അത്രയും കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഓർക്കുക. പിന്നെ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് തറൈൻ ആണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അത് പറയുന്നതിന് മുന്നേ മുഹമ്മദ് ഗസ്നിയുടെ കൊട്ടാരത്തിലെ ഒരു കവിയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. മുഹമ്മദ് ഗസ്നിയുടെ കൊട്ടാരത്തിലെ ഒരു കവിയായിരുന്നു ഫിർദൌസി എന്നറിയപ്പെടുന്നത്. ഫിർദൌസി. ഓക്കെ. ഫിർദൌസിയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് ഷാ നമ ക്വാമാസ്. ഇതാണ് പ്രധാനപ്പെട്ട കൃതികൾ. അപ്പം അതേ സമയത്ത് തന്നെ ഈ ഗസ്നിയുടെ കൊട്ടാരത്തിലുണ്ടായിരുന്ന മറ്റൊരു പണ്ഡിതനായിരുന്നു അൽബറൂണി എന്ന് പറയുന്ന വ്യക്തി. ഈ അൽബറൂണി ആണ് തഹ്ഖീഖ് ഇ ഹിന്ദ് എന്ന ആ കൃതി രചിച്ചിട്ടുള്ളത്. ഓക്കെ. മുഹമ്മദ് ഗസ്നിയുടെ കൊട്ടാരത്തിലുണ്ടായിരുന്ന കവിയായിരുന്നു ഫിർദൌസി. പണ്ഡിതരായിരുന്നു അൽബറൂണി. ഫിർദൌസി രചിച്ച കൃതികൾ പറഞ്ഞു ഷാ നമ കമാസ്. ഓക്കെ. ഈ കാമാസ് എന്ന് പറയുന്ന സാധനം എന്താണ്? ഒരു അറബിക് ഡിക്ഷണറിയാണ് കേട്ടോ. അറബിക് ഡിക്ഷണറി. ഓക്കെ. അൽബറൂണി രചിച്ച കൃതി നമ്മൾ പറഞ്ഞു തഹ്ഖീഖ് ഇ ഹിന്ദ്. ഓക്കെ. പിന്നെ അതിനുശേഷം നമുക്ക് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് തറൈനിലേക്ക് പോവാം. മുഹമ്മദ് ഗോറി 1175 മുൾട്ടാൻ പിടിച്ചെടുത്തു. ഇന്ത്യയിൽ മുസ്ലിം ഭരണം സ്ഥാപിച്ചു. അതിനുശേഷം ഡൽഹിയുടെ ഭരണാധികാരിയായിരുന്ന പൃഥ്വിരാജ് ചൗഹാനുമായിട്ട് യുദ്ധം നടത്തി. പക്ഷേ നിർഭാഗ്യവശാൽ മുഹമ്മദ് ഗോറി അതിൽ പരാജയപ്പെട്ടു. പക്ഷെ അദ്ദേഹം വിട്ടില്ല. 1792 അടുത്ത വർഷം തന്നെ വീണ്ടും ഒരു യുദ്ധം നടത്തി. അതാണ് സെക്കൻഡ് ബാറ്റിൽ ഓഫ് തറൈൻ. അപ്പോൾ അതിൽ മുഹമ്മദ് ഗോറി പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തി. പൃഥ്വിരാജ് ചൗഹാനോട് 2 തവണ യുദ്ധം ചെയ്തു. ആദ്യത്തെ തവണ പരാജയപ്പെട്ടു. രണ്ടാമത്തെ തവണ മുഹമ്മദ് ഗോറി വിജയിച്ചു. ഇതിനുശേഷം 1194 മുഹമ്മദ് ഗോറിയും ജയ് ചന്ദ് ഗദ്വാലും തമ്മിൽ യുദ്ധം നടന്നു. 1194. അതാണ് ബാറ്റിൽ ഓഫ് ചന്ദേശ്വർ എന്ന് പറയുന്നത്. ഈ ജയ് ചന്ദ് ഗദ്വാൽ എന്ന് പറയുന്നതും ഒരു പ്രധാനപ്പെട്ട റൂളർ തന്നെയായിരുന്നു. അദ്ദേഹത്തെ നമ്മൾ ലാസ്റ്റ് രജ്പുത്ത കിങ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ലാസ്റ്റ് രജ്പുത്ത കിങ് എന്നറിയപ്പെടുന്നത് ജയ് ചന്ദ് ഗദ്വാലാണ്. അദ്ദേഹത്തെ പരാജയപ്പെടുന്ന ആരാണ്? മുഹമ്മദ് ഗോറിയാണ്. സോ രജ്പുത്തയെ പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റി. അപ്പം അതിനുശേഷം ഗോറി അവിടെ അധികാരം സ്ഥാപിക്കുന്നു. ഓക്കെ. സോ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഡൽഹി സുൽത്താനേറ്റ് പറയുന്നതിന് മുന്നേ പറയേണ്ട ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ. അതൊന്നുകൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നു. ആദ്യം ഇന്ത്യ അറ്റാക്ക് ചെയ്ത മുസ്ലിം വംശജനാണ് ബിൻ ഖാസിം ഇന്ത്യ അറ്റാക്ക് ചെയ്തു. ശേഷം മുഹമ്മദ് ഗസ്നി 1025 സോമനാഥ് ടെമ്പിൾ അറ്റാക്ക് ചെയ്തു. ഗുജറാത്തിലാണ് ഈ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഹിന്ദുക്കളിലെ പ്രധാനപ്പെട്ട ഒരു ടെമ്പിളാണ് ഈ സോമനാഥ് ടെമ്പിൾ എന്നറിയപ്പെടുന്നത്. അതിനുശേഷമാണ് മുഹമ്മദ് ഗോറി ഇന്ത്യ അറ്റാക്ക് ചെയ്യുന്നത്. 1175 മുൾട്ടാൻ പിടിച്ചെടുത്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് തുടക്കം കുറിച്ചു. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഗോറിയും തമ്മിലായിരുന്നു. ഡൽഹി ഭരണാധികാരിയായിരുന്ന പൃഥ്വിരാജ് ചൗഹാൻ മുഹമ്മദ് ഗോറിയെ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടറൈൻ 1191 പരാജയപ്പെടുത്തി. സെക്കൻഡ് ബാറ്റിൽ ഓഫ് ടറൈൻ 1192 പൃഥ്വിരാജ് ചൗഹാനെ മുഹമ്മദ് ഗോറി പരാജയപ്പെടുത്തി. 1194 ബാറ്റിൽ ഓഫ് ചന്ദേശ്വറിൽ ജയ് ചന്ദ് ഗദ്വാൾ, ലാസ്റ്റ് രജ്പുത്ത കിങ് എന്നറിയപ്പെടുന്ന ജയ് ചന്ദ് ഗദ്വാലിനെ മുഹമ്മദ് ഗോറി പരാജയപ്പെടുത്തി. എന്നിട്ടാണ് ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഒരു തുടക്കം കുറിക്കുന്നത്. ഓക്കെ. ഡൽഹി സുൽത്താനേറ്റ് അപ്പോഴും തുടക്കം ആയിട്ടില്ല. വീണ്ടും നമുക്ക് ചെറിയ കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അതുകൂടി പറഞ്ഞിട്ട് അതിലേക്ക് പോവാം. അപ്പം അതിനു മുന്നേ ഫിർദൌസി, അൽബറൂണി ഇവർ രണ്ടുപേരും മുഹമ്മദ് ഗസ്നിയുടെ കൊട്ടാരത്തിലെ കവിയും പണ്ഡിതനുമായിരുന്നു എന്ന് ഓർക്കുക. ഓക്കെ. അവരുടെ പ്രധാനപ്പെട്ട കൃതികളും പറഞ്ഞു കഴിഞ്ഞു. ഇനി 1206 ആണ്
ഡൽഹി സുൽത്താനേറ്റിൽ സ്ലേവ് ഡൈനാസ്റ്റി ഫോം ചെയ്യുന്നത്? സ്ലേവ് ഡൈനാസ്റ്റി ഫോം ചെയ്യാനിടയായ സാഹചര്യം പറയാം. മുഹമ്മദ് ഗോറി ഇന്ത്യ അറ്റാക്ക് ചെയ്തു, ഡൽഹി പിടിച്ചടക്കി, മുൾട്ടാൻ പിടിച്ചടക്കി എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, മുഹമ്മദ് ഗോറിയുടെ അടിമയായിരുന്നു കുത്തബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്ന വ്യക്തി. ഈ കുത്തബുദ്ദീൻ ഐബക്ക് അടിമയാണെങ്കിൽ കൂടി മുഹമ്മദ് ഗോറിയുടെ വലങ്കൈ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ മുഹമ്മദ് ഗോറി മരണപ്പെട്ടപ്പോൾ ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഭരണം കുത്തബുദ്ദീൻ ഐബക്കിന് കിട്ടി. ഈ കുത്തബുദ്ദീൻ ഐബക്ക് അവിടെ സ്ലേവ് ഡൈനാസ്റ്റി ഫോം ചെയ്തു 1206. ഓക്കെ, ഈ സ്ലേവ് ഡൈനാസ്റ്റിൻ്റെ മറ്റൊരു പേരാണ് മാംലുക്ക് ഡൈനാസ്റ്റി. ഇതും കൂടി ഒന്ന് ഓർക്കുക. ഓക്കെ, മാംലുക്ക് ഡൈനാസ്റ്റി ഓർ സ്ലേവ് ഡൈനാസ്റ്റി. കുത്തുബുദ്ദീൻ ഐബക്കിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹം സ്വീകരിച്ച ടൈറ്റിലാണ് ലക് ബക്ഷ് എന്ന് പറയുന്നത്. ലക് ബക്ഷിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ഗിവർ ഓഫ് ലാക്സ് അല്ലെങ്കിൽ ലക്ഷങ്ങൾ നൽകുന്നവൻ എന്നാണ് അർത്ഥം. ലക് ബക്ഷ്. ഓക്കെ, പിന്നെ കുത്തുബുദ്ദീൻ ഐബക്ക് സ്ഥാപിച്ച പ്രധാനപ്പെട്ട സൃഷ്ടികളാണ് പിന്നെ ചോദിക്കാറുള്ളത്. അതിൽ പ്രധാനപ്പെട്ടതാണ് കുവത്ത് ഇൽ ഇസ്ലാം, അദൈ ദിൻ കാ ജോൻപാറ, കുത്തബ് മീനാർ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കുത്തബ് മീനാർ ആണ്. കുത്തബ് മീനാറിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് കുത്തബുദ്ദീൻ ഐബക്കാണ്. പക്ഷേ അതിനിടയിൽ അദ്ദേഹം മരണപ്പെട്ടു. ശേഷം തുടർന്ന് വന്ന ഭരണാധികാരിയാണ് അത് കംപ്ലീറ്റ് ആക്കിയത്. അതായത് ഇൽത്തുമിഷ് എന്ന് പറയുന്ന തുടർന്ന് വന്ന ഭരണാധികാരിയാണ് കുത്തബ് മീനാറിൻ്റെ നിർമ്മിതി കംപ്ലീറ്റ് ആക്കിയതെന്ന് കൂടി ഓർക്കുക. സോ കുത്തബ് മീനാറിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയത് കുത്തബുദ്ദീൻ ഐബക്കാണ്. കുത്തബുദ്ദീൻ ഐബക്ക് ഇങ്ങനൊരു കൺസ്ട്രക്ഷൻ തുടങ്ങാനുള്ള കാരണം ഒരു സൂഫി സന്യാസിയായിട്ടുള്ള ഖ്വാജ കുത്തബുദ്ദീൻ ബക്തിയർ കാക്കി എന്ന് പറയുന്ന വ്യക്തി. ഖ്വാജ കുത്തബുദ്ദീൻ ബക്തിയർ കാക്കി, കുത്തബുദ്ദീൻ്റെ ഭക്തിയനായിട്ടുള്ള കാക്കി, ഇങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ ആ സൂഫി സന്യാസിയുടെ ഓർമ്മയ്ക്കായി അല്ലെങ്കിൽ അദ്ദേഹത്തെ ഹോണർ ചെയ്യാൻ വേണ്ടി നിർമ്മിച്ച ഒരു സൃഷ്ടിയാണ് ഈ കുത്തബ് മീനാർ എന്ന് പറയുന്നത്. കുത്തബ് മീനാറിൻ്റെ പണി തുടങ്ങി, അതിനുശേഷം ഐബക്ക് മരണപ്പെട്ടു. പിന്നെ ഇൽത്തുമിഷ് വരുന്നു. ഇൽത്തുമിഷ് കുത്തബ് മീനാറിൻ്റെ പണി കംപ്ലീറ്റ് ആക്കുന്നു. ഇനി ഇൽത്തുമിഷിലേക്ക് വരുമ്പോൾ ഇൽത്തുമിഷ് എന്ന് പറയുന്നത് റിയൽ ഫൗണ്ടർ ഓഫ് ഡൽഹി സുൽത്താനേറ്റ് എന്നറിയപ്പെടുന്നു. കാരണം കുത്തബുദ്ദീൻ ഐബക്ക് ഭരിക്കുന്ന സമയത്തൊക്കെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഡൽഹി ആയിരുന്നില്ല. പക്ഷേ ഇൽത്തുമിഷ് വന്നപ്പോൾ ഡൽഹി ക്യാപിറ്റലിലേക്ക് മാറ്റി. കാരണം കുത്തബുദ്ദീൻ ഐബക്ക് ഭരിക്കുന്ന സമയത്ത് ലാഹോർ ആയിരുന്നു ക്യാപിറ്റൽ കേട്ടോ. ലാഹോർ ആയിരുന്നു ക്യാപിറ്റൽ. ആ ക്യാപിറ്റൽ ഡൽഹിയിലേക്ക് മാറ്റി. അപ്പോൾ അത് കാരണം റിയൽ ഫൗണ്ടർ ഓഫ് ഡൽഹി സുൽത്താനേറ്റ് എന്നൊരു വിശേഷണം ഇൽത്തുമിഷ് ലഭിച്ചു. ലെഫ്റ്റനന്റ് ഓഫ് ഖലീഫ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇൽത്തുമിഷ് ആണ്. ലെഫ്റ്റനന്റ് ഓഫ് ഖലീഫ. ഈ ഇൽത്തുമിഷ് എന്ന് പറയുന്ന വ്യക്തി കുത്തബുദ്ദീൻ ഐബക്കിൻ്റെ അടിമയായിരുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. ഐബക്കിൻ്റെ അടിമകളുടെ അടിമ എന്നൊരു വിശേഷണം കൂടി ഇൽത്തുമിഷിനുണ്ട്. ലെഫ്റ്റനന്റ് ഓഫ് ഖലീഫ എന്നറിയപ്പെടുന്നു. ഈ ഒരു ഭരണകാലത്തിൻ്റെ സമയത്ത് തന്നെ അഫ്ഗാനിലെ പ്രധാനപ്പെട്ട ഭരണകാരിയായിരുന്നു ചെങ്കിസ് ഖാൻ എന്നറിയപ്പെടുന്നത്. ഒരു മംഗോളിയൻ ലീഡറായ ചെങ്കിസ് ഖാൻ്റെ അറ്റാക്കിൽ നിന്ന് ഡൽഹിയെ സംരക്ഷിച്ച വ്യക്തിയാണ് ഇൽത്തുമിഷ്. ഓക്കെ, സേവ്ഡ് ഡൽഹി ഫ്രം ചെങ്കിസ് ഖാൻ. ചെങ്കിസ് ഖാൻ എന്ന് പറയുന്നത് മംഗോളിയൻ ലീഡറാണ്, ഒരു അഫ്ഗാൻ ഭരണാധികാരിയാണ്. ഇൽത്തുമിഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് തങ്ക, ജിറ്റാൽ എന്നീ 2 കോയിൻസ് രൂപം കൊടുത്തത്. തങ്ക എന്ന് പറയുന്നത് സിൽവർ കോയിനാണ്, ജിറ്റാൽ എന്ന് പറയുന്നത് കോപ്പർ കോയിനാണ്. സോ ഈ 2 കോയിനും ഇഷ്യൂ ചെയ്തത് ആരാണ്, അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ഇൽത്തുമിഷ് ആണെന്ന് കൂടി ഓർക്കുക. പിന്നെ ഇക്ത സിസ്റ്റം നടപ്പിലാക്കി. ഇക്ത സിസ്റ്റം എന്ന് പറയുന്നത് ഒരു നികുതി സമ്പ്രദായമാണ്. അപ്പോൾ ആ ഇക്ത സിസ്റ്റം നടപ്പിലാക്കിയതും ഇൽത്തുമിഷ് തന്നെയാണ്. പിന്നെ വളരെ റെയറായിട്ടുള്ള 2 ഫാക്ട്സ് ആണ് എക്സാമിന് കണ്ട 2 ഫാക്ട്സ്. ഒന്നാമത് ബൻഗൻ, മറ്റൊന്ന് ഹൗസ് ഇ സുൽത്താനി. ഓക്കെ, ഈ ബൻഗൻ എന്ന് പറയുന്നത് ഒരു അടിമയെ മിലിറ്ററി ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു ഭരണാധികാരി വാങ്ങുമ്പോൾ ആ അടിമകൾക്ക് പറയുന്ന പേരാണ് ബൻഗൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഡ്യൂറിങ് ദിസ് ടൈം സ്ലേവ്സ് വെയർ ബോട്ട് ഫോർ മിലിറ്ററി സർവീസസ് ഹു വെയർ കോൾഡ് ബൻഗൻ. ഓക്കെ, ഇനി ഹൗസ് ഇ സുൽത്താനി എന്ന് പറയുന്നത് ഇൽത്തുമിഷ് സ്ഥാപിച്ചിട്ടുള്ള ഒരു വാട്ടർ റിസർവോയർ ആണ്. 1230 AD കാലഘട്ടത്തിൽ ഇൽത്തുമിഷ് സ്ഥാപിച്ച ഒരു വാട്ടർ റിസർവോയർ ആണ് ഹൗസ് ഇ സുൽത്താനി. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം സ്വപ്നത്തിൽ കണ്ട, അതായത് പ്രൊഫറ്റ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക് ആചാര്യനെ
സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്ത സ്ഥലത്താണ് ഇത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അത് 1230 ഹൗസ് ഇ സുൽത്താനി എന്ന വാട്ടർ റിസർവയർ അദ്ദേഹം ബിൽഡ് ചെയ്തു. ഓക്കെ, ഹൗസ് ഇ സുൽത്താനി ആരാണ് സ്ഥാപിച്ചത് എന്നാണ് ചോദ്യം ഉണ്ടായത്. അത് ഇൽത്തുമിഷ് ആണെന്ന് ഓർക്കുക. ഓക്കെ, ഇൽത്തുമിഷ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മളവിടെ അറിഞ്ഞിരിക്കണം. അതാണ് കൂടുതലായിട്ട് ചോദിച്ച ഒരു വ്യക്തി. പിന്നെ വന്ന റൂളറാണ് റസിയ സുൽത്താൻ. റസിയ സുൽത്താന വരുന്നതിന് മുന്നേ വേറെ ആൾക്കാർ വന്നിട്ടുണ്ട്. പക്ഷേ റസിയ സുൽത്താനാണ് പിന്നീട് വന്ന പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരി, അല്ലെങ്കിൽ നമുക്ക് പഠിക്കേണ്ട ഭരണാധികാരി എന്ന് പറയുന്നത്. റസിയ സുൽത്താൻ എന്ന് പറയുന്നത് ഇൽത്തുമിഷിന്റെ മകളാണെന്ന് കൂടി ഓർക്കുക. റസിയ സുൽത്താൻ ഒരു വനിതയാണ്. ഫസ്റ്റ് ആൻഡ് ഓൺലി മുസ്ലിം ലേഡി ഹു എവർ റൂൾഡ് എന്നൊരു വിശേഷണം കൂടി റസിയ സുൽത്താനൊക്കെ ഉണ്ട്. ഇന്ത്യ ഭരിച്ച ആദ്യത്തെയും അവസാനത്തെയും ആയിട്ടുള്ള മുസ്ലിം വനിതയാണ് സുൽത്താന റസിയ, അല്ലെങ്കിൽ റസിയ സുൽത്താന എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം വന്ന പ്രധാനപ്പെട്ട റൂളറാണ് ഗിയാസുദ്ദീൻ ബാൽബൻ. ഗിയാസുദ്ദീൻ ബാൽബൻ സിൽ ഇലാഹി എന്ന ടൈറ്റിലാണ് സ്വീകരിച്ചത്. സിൽ ഹിലാഹി എന്ന് വെച്ചാൽ ഷാഡോ ഓഫ് ഗോഡ് എന്നാണ് അർത്ഥം. ഭൂമിയിൽ ദൈവത്തിൻ്റെ നിഴൽ എന്ന ഒരു മാതൃകയിലാണ് അദ്ദേഹം ഭരിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ സിൽ ഇലാഹി, ഷാഡോ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നത് ഗിയാസുദ്ദീൻ ബാൽബനെയാണെന്ന് കൂടി ഓർക്കുക. ഓക്കെ, അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും അവസാനത്തെ അല്ലെങ്കിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള അവസാനത്തെ ഭരണാധികാരിയായിരുന്നു ഗിയാസുദ്ദീൻ ബാൽബൻ. അതിനുശേഷം ആൾക്കാർ വന്നിട്ടുണ്ട് ഓൾറെഡി പറയുന്ന പോലെ. പക്ഷെ നമുക്ക് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ലേവ് ഡൈനാസ്റ്റിയിലെ 4 ആൾക്കാരാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. അതൊന്നുകൂടെ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകുമ്പോൾ, സ്ലേവ് ഡൈനാസ്റ്റി ഫോം ചെയ്തത് 1206 1290 കാലഘട്ടത്തിൽ മുഹമ്മദ് ഗോറിയുടെ അടിമയായിരുന്ന കുത്തബുദ്ദീൻ ഐബക്ക് ആണ് സ്ലേവ് ഡൈനാസ്റ്റി ഫോം ചെയ്യുന്നത്. ഈ കുത്തബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്നത് മുഹമ്മദ് ഗോറിയുടെ അടിമയാണ്. മാത്രമല്ല മുഹമ്മദ് ഗോറി ഈ കുത്തബുദ്ദീൻ ഐബക്കിനെ ഗവർണറൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഒരു വലങ്കൈ എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ കുത്തബുദ്ദീൻ ഐബക്ക് ലക് ബക്ഷ് എന്നൊരു ടൈറ്റിൽ സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് ഖുത് ഉൽ ഇസ്ലാം, അദൈദിൻ കാ ജോൻപ്ര, കുത്തബ് മീനാർ ഇതുപോലുള്ള നിർമ്മിതികളൊക്കെ രൂപീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ കുത്തബ് മീനാർ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഖ്വാജ കുത്തബുദ്ദീൻ ബക്തിയർ കാക്കി എന്ന് പറയുന്ന സൂഫി സന്യാസിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഒരു സൃഷ്ടി അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ളത്. ഇൽത്തുമിഷാണ് കുത്തബ് മീനാറിന്റെ പണി കഴിയുന്ന സമയത്തുണ്ടായ ഭരണാധികാരി. ഇൽത്തുമിഷാണ് റിയൽ ഫൗണ്ടർ ഓഫ് ഡൽഹി സുൽത്താനറ്റ് എന്നറിയപ്പെടുന്നത്. ലാഹോറിൽ നിന്ന് ക്യാപിറ്റൽ ഡൽഹിയിലേക്ക് മാറ്റിയത് ഇൽത്തുമിഷ് ആയിരുന്നു. ലെഫ്റ്റനന്റ് ഓഫ് ഖലീഫ എന്ന വിശേഷം ഇൽത്തുമിഷിനാണ്. അഫ്ഗാനിസ്ഥാന്റെ ഒരു മംഗോളിയൻ ലീഡറായിട്ടുള്ള ചെങ്കിസ് ഖാന്റെ അറ്റാക്കിൽ നിന്ന് ഡൽഹിയെ സംരക്ഷിച്ചത് ഇൽത്തുമിഷാണ്. തങ്ക എന്ന് പറയുന്ന സിൽവർ കോയിനും ജിറ്റാൽ എന്ന് പറയുന്ന കോപ്പർ കോയിനും കൊണ്ടുവന്നത് ഇൽത്തുമിഷാണ്. ഇക്ത സിസ്റ്റം ഒരു ടാക്സ് സിസ്റ്റമാണ്, അത് രൂപീകരിച്ചത് ഇൽത്തുമിഷാണ്. ബൻഗൻ എന്ന ടേം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഒരു അടിമയെ മിലിറ്ററി ആവശ്യത്തിന് വേണ്ടി ഒരു ഭരണാധികാരി യൂസ് ചെയ്യുമ്പോൾ ആ അടിമ അറിയപ്പെടുന്ന പേരാണ് ബൻഗൻ എന്നറിയപ്പെടുന്നത്. ഹൗസ് ഇ സുൽത്താനി എന്ന് പറയുന്നത് ഒരു വാട്ടർ റിസർവയർ ആണ്, ഇൽത്തുമിഷ് നിർമ്മിച്ച വാട്ടർ റിസർവയർ. ഓക്കെ, 1230 AD കാലഘട്ടത്തിൽ. പിന്നെ വന്നത് റസിയ സുൽത്താന, ഇൽത്തുമിഷിന്റെ മകൾ, ഫസ്റ്റ് ആൻഡ് ഓൺലി മുസ്ലിം ലേഡി ഹു എവർ റൂൾഡ് ഇന്ത്യ എന്ന വിശേഷണമുള്ളത്. പിന്നെ ഗിയാസുദ്ദീൻ ബാൽബൻ, സിൽ ഇ ഇലാഹി അല്ലെങ്കിൽ ഷാഡോ ഓഫ് ഗോഡ് എന്ന ടൈറ്റിൽ സ്വീകരിച്ച വ്യക്തി, ദൈവത്തിന്റെ പ്രതിപുരുഷൻ എന്നൊക്കെ അറിയപ്പെടുന്നതും ഗിയാസുദ്ദീൻ ബാൽബനാണ്. ഓക്കെ, പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഗിൽജി ഡൈനാസ്റ്റിയാണ്. ശ്രദ്ധിക്കുക, ഈ ഓരോ ഓർഡറും സ്ലേവ് ഡൈനാസ്റ്റി ഇപ്പം ഞാൻ പറഞ്ഞു, ഇനി ഗിൽജി ഡൈനാസ്റ്റി പറയും, പിന്നെ തുഗ്ലക്ക് ഡൈനാസ്റ്റി പറയും, പിന്നെ സയ്യിദ് ഡൈനാസ്റ്റി പറയും, പിന്നെ ലോധി ഡൈനാസ്റ്റി പറയും. ഇതൊക്കെ അത് കറക്റ്റായിട്ടുള്ള ഓർഡർ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. കാരണം ഈ 5 ഡൈനാസ്റ്റികളും നമുക്ക് തന്നിട്ട് ഇത് ഏത് ഓർഡറിലാണ് ഇന്ത്യ ഭരിച്ചത് അല്ലെങ്കിൽ ഡൽഹി സുൽത്താനേറ്റിൽ ഭരിച്ചത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് കറക്റ്റായിട്ട് ആ ഓർഡർ കിട്ടിയാൽ മാത്രമേ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റൂ. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് ഗിൽജി ഡൈനാസ്റ്റിയിലേക്ക് പോവാം. ഗിൽജി ഡൈനാസ്റ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് 1290 1320 വരെ, വെറും 30 കൊല്ലത്തോളം നീണ്ടു നിന്ന ഒരു ഭരണകൂടമായിരുന്നു ഗിൽജി ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ഗിൽജി ഡൈനാസ്റ്റിയുടെ ഫൗണ്ടറാണ് ജലാലുദ്ദീൻ ഖിൽജി എന്നറിയപ്പെടുന്നത്. ജലാലുദ്ദീൻ ഖിൽജി. ഗിൽജി ഡൈനാസ്റ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആർക്കിടെക്ചേഴ്സിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാലഘട്ടമായിരുന്നു ഖിൽജി ഡൈനാസ്റ്റി.
പിന്നെ വേണ്ടത് അലാവുദ്ദീൻ ഖിൽജിയാണ്. 1296 കാലഘട്ടത്തിലാണ് അലാവുദ്ദീൻ ഖിൽജി ഭരണത്തിലെത്തുന്നത്. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഭരണം എക്സ്ട്രീം സൗത്ത് വരെ കുറേ ഏരിയയോളം ഈ ഭരണം പിടിച്ചെടുക്കുന്ന ഒരു കാലഘട്ടം ഈ അലാവുദ്ദീൻ ഖിൽജിൻ്റെ ടൈമിലാണ്. കാരണം അലാവുദ്ദീൻ ഖിൽജി പല രാജാക്കന്മാരെയും പരാജയപ്പെടുത്തി തൻ്റെ സാമ്രാജ്യം വികസിപ്പിച്ചുകൊണ്ടേയിരുന്നു. അപ്പം ഫസ്റ്റ് മുസ്ലിം റൂളർ ഹു ഇസ് എംപയർ കവേർഡ് ഹോൾ ഓഫ് ഇന്ത്യ അപ് ടു ഇറ്റ്സ് എക്സ്ട്രീം സൗത്ത് എന്ന വിശേഷണമുള്ളത് അലാവുദ്ദീൻ ഖിൽജിയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഏരിയ മൊത്തം ഇന്ത്യയുടെ മിക്ക പ്രദേശവും കവർ ചെയ്യുന്നു. ഇന്ത്യയുടെ സൗത്തിൻ്റെ എൻഡിൽ വരെയുള്ള ഭാഗത്തും നിലനിന്നിരുന്നത് അലാവുദ്ദീൻ ഖിൽജി ഭരിക്കുന്ന ഒരു ടൈമിലാണെന്ന് കൂടി ഓർക്കുക. ഓക്കെ, ഇനി അലാവുദ്ദീൻ ഖിൽജി 1296 കാലഘട്ടത്തിൽ ഭരണം തുടങ്ങിയെന്ന് പറഞ്ഞു. പോസ്റ്റൽ സർവീസ്, തപാൽ സംവിധാനം ഇന്ത്യയിൽ കൊണ്ടുവന്നതാരാണ്? അലാവുദ്ദീൻ ഖിൽജിയാണ്. അലാവുദ്ദീൻ ഖിൽജിയാണ് സെക്കൻഡ് അലക്സാണ്ടർ എന്ന വിശേഷണത്തിന് യോഗ്യനായിട്ടുള്ളത്. അലക്സാണ്ടർ ഭരിക്കുന്ന സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു ഹൂസ് എംപയർ കവേർഡ് ഹോൾ ഓഫ് ഇന്ത്യ, ഓൾറെഡി പറഞ്ഞ പോയിന്റ്. പിന്നെ അദ്ദേഹം കീഴടക്കിയിട്ടുള്ള പ്രധാന മേഖലകളാണ് നമുക്ക് നോക്കാനുള്ളത്. അതിലൊന്നാണ് ഗുജറാത്ത്, രതംബോർ, മേവർ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഗുജറാത്താണ്. ഗുജറാത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഡൈനാസ്റ്റി ആയിരുന്നു വഘേല ഡൈനാസ്റ്റി. ഓക്കെ, ഈ വഘേല ഡൈനാസ്റ്റിയുടെ ലാസ്റ്റ് റൂളർ ആയിരുന്നു കർണദേവ്. ഈ കർണദേവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആ സ്ഥലം പിടിച്ചെടുത്തതാണ് അലാവുദ്ദീൻ ഖിൽജി. ഓക്കെ, അലാവുദ്ദീൻ ഖിൽജി എന്താ ചെയ്തത്? തൻ്റെ ആർമിയെ വെറുതെ ഗുജറാത്തിലേക്ക് അങ്ങ് അയച്ചു. വഘേല ഡൈനാസ്റ്റിയിലെ അവസാന രാജാവിനെ വധിച്ചു, ആ സ്ഥലം പിടിച്ചെടുത്തു. ഇതാണ് സംഭവിച്ചത്. പിന്നെ ഇതേപോലെ തന്നെ രതംബോർ, മേവർ പോലെയുള്ള സ്ഥലങ്ങളും അദ്ദേഹം പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന് ഓർക്കുക. മേവർ എന്ന് പറയുന്നത് രാജസ്ഥാനിലെ ഒരു സ്ഥലമാണ്. അങ്ങനെ ഓരോ നോർത്തേൺ റീജിയനിൽ വരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, പിന്നെ അലാവുദ്ദീൻ ഖിൽജിയുടെ ആർമിയുടെ ലീഡറായിരുന്നു മാലിക് കാഫൂർ എന്ന് പറയുന്ന വ്യക്തി. ഈ മാലിക് കാഫൂർ സൗത്തിലേക്കും വന്നു. സൗത്തിൻ്റെ എക്സ്ട്രീം എൻഡ് വരെ അലാവുദ്ദീൻ ഖിൽജിനെ കൺട്രോളിലായിരുന്നു എന്ന് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അപ്പം ഈ മാലിക് കാഫൂറിനെ സൗത്തിലേക്ക് വിട്ടിട്ട് ചോള എംപയർ അവസാനിപ്പിച്ച് ആ ഒരു മേഖലകൾ തൻ്റെ രാജ്യത്തോട് കൂടിച്ചേർത്തു. രാമചന്ദ്രയെ പരാജയപ്പെടുത്തിയിട്ട് ദേവഗിരി പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, ദേവഗിരിയുടെ റൂളറായിരുന്നു ദേവഗിരിയുടെ യാദവ റൂളർ. യാദവ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. യാദവ റൂളറെ പരാജയപ്പെടുത്തിയിട്ട് ആ സ്ഥലം പിടിച്ചെടുത്തു. പിന്നീട് അത് കക്കത്തിയ റൂളർ ആയിട്ടുള്ള പ്രതാപ് രുദ്രദേവ, വാരങ്കൽ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന കക്കത്തിയ റൂളറായിട്ടുള്ള പ്രതാപ് രുദ്രദേവയെയും പരാജയപ്പെടുത്തി. പിന്നെ വീരപാണ്ഡ്യ, അതായത് മധുര ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന പാണ്ഡ്യ റൂളറായിരുന്നു വീരപാണ്ഡ്യ, അദ്ദേഹത്തെയും പരാജയപ്പെടുത്തി ആ മേഖലകളും പിടിച്ചെടുത്തു. പിന്നെയുള്ളത് വീർ ബല്ലാൽ 3 എന്ന് പറയുന്ന വ്യക്തിയെ തോൽപ്പിച്ചു. അദ്ദേഹം ദ്വാരസമുദ്ര ഹൊയ്സല റൂളർ. ഇതൊക്കെ നമ്മൾ സൗത്ത് ഇന്ത്യ ഭരിച്ചിരുന്ന അല്ലെങ്കിൽ ഏർലി മിഡവൽ പീരീഡിൽ സൗത്ത് ഇന്ത്യ ഭരിച്ചിരുന്ന രാജാക്കന്മാരെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതൊക്കെ പിടിച്ചെടുത്തതാരാണ്? അലാവുദ്ദീൻ ഖിൽജിയാണ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഏരിയ അദ്ദേഹം പിടിച്ചെടുത്തു. ഏറ്റവും ഹോൾ ഓഫ് ഇന്ത്യ കവർ ചെയ്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ അലാവുദ്ദീൻ ഖിൽജിയുടെ ഭരണകാലത്ത് എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഈ പ്രധാനപ്പെട്ടത് മാലിക് കാഫൂർ പിടിച്ചെടുത്ത ഈ ചോള എംപയർ എക്സാമിന് ചോദിച്ചതാണ്. ചോള എംപയർ പിടിച്ചെടുത്തത് ആരാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചതാണ്. പിന്നെ ചോദിച്ചൊരു കാര്യം, ഗുജറാത്തിൽ വഘേല ഡൈനാസ്റ്റി അല്ലെങ്കിൽ വഘേല ഡൈനാസ്റ്റി ഏത് സംസ്ഥാനത്താണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞ പോയിന്റുകളൊക്കെ ശ്രദ്ധിക്കുക. ഗുജറാത്തിലാണ് വഘേല ഡൈനാസ്റ്റി അവസാനിപ്പിച്ചിട്ടാണ് അലാവുദ്ദീൻ ഖിൽജി ആ രാജ്യം തന്നോട് കൂട്ടിച്ചേർക്കുന്നത്. രതംബോർ, മേവർ, ചോള എംപയർ, പിന്നെ പറഞ്ഞ പാണ്ഡ്യ റൂളർ, കക്കത്തിയ റൂളർ, ഹൊയ്സല റൂളർ, ഇവരെയൊക്കെ പരാജയപ്പെടുത്തിയ സ്ഥലങ്ങളൊക്കെ അലാവുദ്ദീൻ ഖിൽജി പിടിച്ചെടുത്തു എന്ന് ഓർക്കുക. അലാവുദ്ദീൻ ഖിൽജിയുടെ പ്രധാനപ്പെട്ട സൃഷ്ടികളാണ് അലൈ ദർവാസ, ഹസാർ സുത്തിൻ, സിരി എന്ന് പറയുന്നത് സെക്കൻഡ് സിറ്റി ഓഫ് ഡൽഹി. ഓക്കെ, അലാവുദ്ദീൻ ഖിൽജിയുടെ ഗവർണർ ആരായിരുന്നു എന്ന് ചോദിക്കും. പലരും തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണത്.
ഗിയാസുദ്ദീൻ തുഗ്ലക് ആണ് അലാവുദ്ദീൻ ഖിൽജിയുടെ ഗവർണർ. ഓക്കെ, കുറേ ഗവർണർ ഉണ്ട്, അതിൽ പ്രധാനപ്പെട്ട ഒരു ഗവർണറാണ് ഗിയാസുദ്ദീൻ തുഗ്ലക് എന്നുകൂടി ഓർക്കുക, മാറിപ്പോവാൻ പാടില്ല. ഓക്കെ, പിന്നെ അലാവുദ്ദീൻ ഖിൽജിയുടെ സദസ്സിനെ അലങ്കരിച്ച അല്ലെങ്കിൽ സദസ്സിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു പോയറ്റായിട്ടുള്ള അമീർ ഖുസ്രു എന്നറിയപ്പെടുന്നത്. അമീർ ഖുസ്രുവിൻ്റെ പ്രത്യേകത ഇന്ത്യൻ പാരറ്റ് എന്ന വിശേഷണമുള്ളത് അമീർ ഖുസ്രു ആണ്. ഇന്ത്യയുടെ തത്ത, ഇന്ത്യൻ പാരറ്റ് എന്ന വിശേഷണമുള്ളത് അമീർ ഖുസ്രുവിനാണ്. അമീർ ഖുസ്രു ആണ് സിത്താർ, തബല എന്നീ ഉപകരണങ്ങൾ കണ്ടെത്തിയതാരാണ്? അമീർ ഖുസ്രു ആണ്. അമീർ ഖുസ്രുവിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഒന്ന് ലൈല മജ്നു, മറ്റൊന്ന് തുഗ്ലക് നമ. ഓക്കെ, ലൈല മജ്നുവും തുഗ്ലക് നമയും. ഓക്കെ, പിന്നെ കുതിരകൾക്ക് ചപ്പക്കുത്ത് സമ്പ്രദായം നടപ്പിലാക്കിയത്, അതായത് ബാഗ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം നടപ്പിലാക്കിയത് അലാവുദ്ദീൻ ഖിൽജിയാണ്. കമ്പോള നിയന്ത്രണം, നാണയ നിയന്ത്രണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അലാവുദ്ദീൻ ഖിൽജി നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതൊക്കെ വളരെ റയറുള്ള ഫാക്ട്സ് ആണ്, ചിലപ്പോൾ ചോദിച്ചേക്കാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഖിൽജി ഡൈനാസ്റ്റിയെ പറ്റി നിങ്ങൾ നോക്കണം. പിന്നെയും റൂളേഴ്സ് വന്നു, പക്ഷേ ഇദ്ദേഹമാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു റൂളർ. ഇദ്ദേഹത്തെ പറ്റിയാണ് റീസെൻ്റ് ആയിട്ട് ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഇദ്ദേഹത്തെ പറ്റി വേണം, അതായത് അലാവുദ്ദീൻ ഖിൽജിയെ പറ്റിയാണ്. ഇപ്പോൾ ഖിൽജി ഡൈനാസ്റ്റി ഒന്നുകൂടെ പറയുകയാണെങ്കിൽ, ഖിൽജി ഡൈനാസ്റ്റി സ്ലേവ് ഡൈനാസ്റ്റിക്ക് ശേഷം വന്ന ഡൈനാസ്റ്റിയാണ്. ഫൗണ്ടർ എന്ന് പറയുന്നത് ജലാലുദ്ദീൻ ഖിൽജിയാണ്. ആർക്കിടെക്ചേഴ്സിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു കാലഘട്ടമായിരുന്നു ഈ ഖിൽജി ഡൈനാസ്റ്റിയുടേത്. പ്രധാനപ്പെട്ട റൂളറാണ് അലാവുദ്ദീൻ ഖിൽജി. 1296 കാലഘട്ടത്തിലാണ് അലാവുദ്ദീൻ ഖിൽജി ഭരണത്തിലെത്തുന്നത്. ഇദ്ദേഹമാണ് പോസ്റ്റൽ സർവീസ് ഇന്ത്യയിൽ തുടങ്ങുന്നത്. സെക്കൻഡ് അലക്സാണ്ടർ എന്ന വിശേഷണം അദ്ദേഹത്തിനാണ്. ഹോൾ എംപയർ ഹിസ് എംപയർഡ് കവേർഡ് ഹോൾ ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യയുടെ നോർത്ത് മുതൽ സൗത്തേൺ മോസ്റ്റ് എൻഡ് വരെ കവർ ചെയ്യുന്ന, കുറേ ഭാഗത്തോളം കവർ ചെയ്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അലാവുദ്ദീൻ ഖിൽജിയുടേത്. ഇദ്ദേഹം പിടിച്ചെടുത്ത സ്ഥലങ്ങളാണ് ഗുജറാത്ത്, രതംബോർ, മേവർ. അതിൽ പറഞ്ഞതിൽ ശ്രദ്ധിക്കേണ്ടത് ഗുജറാത്ത് ആ കാലഘട്ടത്തിൽ ഭരിച്ചിരുന്നത് വഗേല ഡൈനാസ്റ്റി ആയിരുന്നു. വഗേല ഡൈനാസ്റ്റിയുടെ അവസാനത്തെ റൂളറാണ് കർണദേവ്. അതവിടെ നോക്കുക. പിന്നെ മാലിക് കാഫൂർ ലീഡ് ചെയ്ത, അല്ലെങ്കിൽ മാലിക് കാഫൂർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആർമിയുടെ തലവൻ. അദ്ദേഹമാണ് സൗത്തേൺ ഡൈനാസ്റ്റികളായിട്ടുള്ള ചോള എംപയർ പിടിച്ചെടുക്കുന്നത്. കക്കത്തിയ പിടിച്ചെടുത്തു, ഹൊയ്സള റൂളേഴ്സിനെ അവസാനിപ്പിച്ചു, പാണ്ഡ്യ റൂളേഴ്സിനെ അവസാനിപ്പിച്ചു. ഇതൊക്കെ മാലിക് കാഫൂറിൻ്റെ നേതൃത്വത്തിൽ നടന്നതാണെന്ന് ഓർക്കുക. ചോള എംപയർ പിടിച്ചെടുത്തതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഓക്കെ, പിന്നെ അലാവുദ്ദീൻ ഖിൽജി നിർമ്മിച്ചെടുത്തതാണ് അലൈ ദർവാസ, ഹസർ സുത്തൂൻ, സിരി എന്ന് പറയുന്ന സെക്കൻഡ് സിറ്റി ഓഫ് ഡൽഹിയാണ്. ഓക്കെ, പിന്നെ ഗിയാസുദ്ദീൻ തുഗ്ലക്, ഗിയാസുദ്ദീൻ തുഗ്ലക് ആണ് അലാവുദ്ദീൻ ഖിൽജിയുടെ ഒരു ഗവർണർ. അലാവുദ്ദീൻ ഖിൽജിയുടെ സദസ്സിൽ ഉണ്ടായിരുന്ന ഒരു പോയറ്റാണ് അമീർ ഖുസ്രു. ഇന്ത്യൻ പോയറ്റ്, ഇന്ത്യൻ തത്ത എന്നൊക്കെ വിശേഷമുള്ളത് അമീർ ഖുസ്രു ആണ്. അദ്ദേഹം നിർമ്മിച്ചതാണ് ഈ സിത്താർ, തബല എന്നീ വാദ്യോപകരണങ്ങൾ. ലൈല മജ്നു, തുഗ്ലക് നാമ, ഇതൊക്കെയാണ് അമീർ ഖുസ്രുയുടെ പ്രധാനപ്പെട്ട കൃതികൾ. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് തുഗ്ലക് ഡൈനാസ്റ്റിയാണ്. തുഗ്ലക് ഡൈനാസ്റ്റി ഫോം ചെയ്യുന്ന ആ വർഷം, ഈ പറയുന്ന എല്ലാ വർഷങ്ങളും ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ഈ ബ്രാക്കറ്റ് കൊടുത്തത് നിങ്ങൾ ജസ്റ്റ് ഒന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങൾക്ക് ഈ ഒരു സംഭവത്തിൽ ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നടന്നു എന്നൊക്കെ എക്സാമിന് ചോദിച്ചേക്കാം. അപ്പം നിങ്ങൾക്ക് ആ ഒരു ടൈമിലുള്ള ഡൈനാസ്റ്റി ഏതായിരുന്നു എന്ന് അറിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഈ ബ്രാക്കറ്റിലൊക്കെ കൊടുത്ത ഡേറ്റ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. എക്സാക്റ്റ് ആയിട്ട് അറിയില്ലെങ്കിലും അതിന് ഏതാണ്ട് ഒരു ടൈം, കാലഘട്ടം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ പിന്നെ വന്നത് തുഗ്ലക് ഡൈനാസ്റ്റിയാണ്. തുഗ്ലക് ഡൈനാസ്റ്റിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ഡൈനാസ്റ്റി, തുഗ്ലക് ഡൈനാസ്റ്റി. ഓക്കെ, തുഗ്ലക് ഡൈനാസ്റ്റിയുടെ ഫൗണ്ടറാണ് ഗാസി മാലിക്. ഗാസി മാലിക് തന്നെയാണ് പിന്നീട് പേര് മാറ്റിയിട്ട് ഗിയാസുദ്ദീൻ തുഗ്ലക് എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. ഓക്കെ, ഇതിലെ പ്രധാനപ്പെട്ട റൂളറാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, കാരണം ഇദ്ദേഹത്തെയാണ് ബുദ്ധിമാനായ വിഡ്ഢി എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് ഇദ്ദേഹത്തെയാണ്. അപ്പോൾ ഇത് വിശേഷിപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറയാം. അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് തന്നെയായിരുന്നു പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്. ഒന്നാമത്തത് ടാക്സേഷൻ ഇൻ ദ ഡോബ്. ഡോബ് എന്ന് വെച്ചാൽ രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശത്തിന് പറയുന്ന പേരാണ് ഡോബ്. സോ അവിടെ നടത്തിയ ടാക്സേഷൻ ആണ് ഇവിടുത്തെ ഡോബ് എന്ന് പറയുന്നത് ഗംഗ, യമുന എന്നീ രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശമാണ്. ഇപ്പോൾ ഈ പ്രദേശത്ത് നടത്തിയ ഒരു ടാക്സേഷൻ സിസ്റ്റമാണ് ഒന്നാമത്തെ അഡ്മിനിസ്ട്രേഷൻ റീഫോംസ്. പിന്നെ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റലായിട്ടുള്ള ഡൽഹി
ഡൽഹി ക്യാപിറ്റൽ എന്ത് ചെയ്തു? ഡൽഹിയിൽ നിന്ന് അത് മാറ്റിയിട്ട് ദേവഗിരിയിലേക്ക് മാറ്റി. എന്നിട്ട് ദേവഗിരിയുടെ പേര് മാറ്റി ദൗലത്താബാദ് എന്നാക്കി. ഓക്കെ, എന്തിനു വേണ്ടിയിട്ട് ഇത് ചെയ്തതെന്ന് വെച്ചാൽ ഡൽഹിയിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് സൗത്ത് മേഖലകൾ, സൗത്തേൺ ഇന്ത്യ പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കാൻ പറ്റാതായി. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ദൗലത്താബാദിലേക്ക് ക്യാപിറ്റൽ മാറ്റി. അപ്പോൾ സൗത്ത് ശ്രദ്ധിക്കാൻ പറ്റാൻ തുടങ്ങി. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെ മാറ്റിയതുകൊണ്ട് നോർത്തിൽ അദ്ദേഹത്തിന് ശ്രദ്ധിക്കാൻ പറ്റാണ്ടായി. സോ ഇങ്ങനെയുള്ള ഓരോ മണ്ടൻ തീരുമാനങ്ങൾ അദ്ദേഹം എടുത്തു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ബുദ്ധിമാനായ വിഡ്ഢി എന്നൊക്കെ വിശേഷണം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നടന്ന വേറൊരു അഡ്മിനിസ്ട്രേറ്റീവ് റിഫോമാണ് ഇൻട്രൊഡക്ഷൻ ഓഫ് ടോക്കൺ കറൻസി. അതുകൂടെ ഓർക്കുക. ഓക്കെ, പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഇബൻ ബത്തൂത്ത എന്ന് പറയുന്ന മൊറോക്കോ ട്രാവലർ, അതായത് ആ ഒരു കാലഘട്ടത്തിൽ മിഡേവിൽ വേൾഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രാവലർ ആയിരുന്നു ഈ ഇബൻ ബത്തൂത്ത എന്ന് പറയുന്നത്. ഈ ഇബൻ ബത്തൂത്ത ഇന്ത്യ സന്ദർശിക്കുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഭരിക്കുന്ന സമയത്താണെന്ന് കൂടി ഓർക്കുക. ഇബൻ ബത്തൂത്തയുടെ ബുക്കാണ് കിത്തബ് ഉൽ റഹ്ല എന്ന് പറയുന്നത്. കിത്തബ് ഉൽ റഹ്ല. ഓക്കെ, പിന്നെ വരുന്നതാണ് ഫിറോസ് ഷാ തുഗ്ലക്ക്. ഫിറോസ് ഷാ തുഗ്ലക്കിനെ പറ്റി പറയുമ്പോൾ ആകെ ഓർക്കേണ്ട ഒരു പോയിന്റാണ് ജസിയ സമ്പ്രദായം നടപ്പിലാക്കി. ജസിയ സമ്പ്രദായം എന്ന് വെച്ചാൽ പിൽഗ്രിംസിന് ഏർപ്പെടുത്തുന്ന ഒരു ടാക്സ് ആണ് ഈ ജസിയ എന്ന് പറയുന്നത്. ഈ ജസിയ സമ്പ്രദായം നടപ്പിലാക്കുന്നത് ആരാണ്? ഫിറോസ് ഷാ തുഗ്ലക്കാണ്. അത്രേ അദ്ദേഹത്തെ പറ്റി അറിയേണ്ടതായിട്ടുള്ളൂ. പിന്നെ ഈ ഒരു കാലഘട്ടത്തിലാണ്, ഫിറോസ് ഷാ തുഗ്ലക്ക് ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് ടൈമർ എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്. ടൈമർ ഇൻവേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. അഫ്ഗാനിസ്ഥാൻ്റെ റൂളറായിട്ടുള്ള ചെങ്കിസ് ഖാനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ചെങ്കിസ് ഖാൻ ഇന്ത്യയിൽ വന്നു അറ്റാക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞു അല്ലേ, ഇൽത്തുമിഷിന്റെ സമയത്ത്. അപ്പോൾ അതിനുശേഷം ചെങ്കിസ് ഖാന്റെ പിൻഗാമിയായിട്ട് വന്ന വ്യക്തിയാണ് ഈ ടൈമർ എന്ന് പറയുന്ന ആള്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഒരു മംഗോളിയൻ ലീഡർ തന്നെയാണല്ലോ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഇന്ത്യയിൽ വീണ്ടും അതിക്രമിച്ച് കയറാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഫിറോസ് ഷാ തുഗ്ലക്കിനെ വധിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് കിസിർ ഖാൻ എന്ന് പറയുന്ന വ്യക്തിയെ പഞ്ചാബിലേക്ക് നോമിനേറ്റ് ചെയ്തതിന് ശേഷം ടൈമർ തിരിച്ച് സെൻട്രൽ ഏഷ്യയിലേക്ക് പോയി. അതിനുശേഷം പിന്നെ കിസിർ ഖാനാണ് ഈ ഒരു മേഖലകൾ ഭരിച്ചിരുന്നത്. കിസിർ ഖാൻ ഫോം ചെയ്ത ഡൈനാസ്റ്റിയാണ് ഈ സയ്യിദ് ഡൈനാസ്റ്റി. സയ്യിദ് ഡൈനാസ്റ്റി പറയുന്നതിന് മുന്നേ മനസ്സിലാക്കുക, അവിടെ രണ്ട് വഴി ഉണ്ട് കേട്ടോ. ഇപ്പോൾ സയ്യിദ് ഡൈനാസ്റ്റി പറയുന്നതിന് മുന്നേ ടൈമർ ഇൻവേഷൻ്റെ ആ വർഷം ഒന്ന് ഓർക്കുക, 1398. 1398 ടൈമർ ഇൻവേഷൻ നടന്നതെന്ന് ഓർക്കുക. പിന്നെ വന്ന ഡൈനാസ്റ്റി സയ്യിദ് ഡൈനാസ്റ്റി. കിസിർ ഖാനാണ് സയ്യിദ് ഡൈനാസ്റ്റി തുടങ്ങിയത്. അതായത് പഞ്ചാബിലേക്ക് നോമിനേറ്റ് ചെയ്തത് ആരാണ്? ടൈമറാണ്. ഓക്കെ, കിസിർ ഖാനെ. അതിനുശേഷം കിസിർ ഖാൻ സയ്യിദ് ഡൈനാസ്റ്റി തുടങ്ങി 1414 കാലഘട്ടത്തിൽ. ഓക്കെ, സയ്യിദ് ഡൈനാസ്റ്റി അത്ര രീതിയിൽ അങ്ങനെ പോപ്പുലർ ഒന്നുമല്ല. പിന്നെ ഒരു അലാം ഷാ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരും കൂടി ഓർക്കണം. ഈ അലാം ഷാ റിട്ടയർ ആകുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു? ലോധി, ബഹ്ലോൾ ലോധി എന്ന് പറയുന്ന വ്യക്തിക്ക് ആ ഡൈനാസ്റ്റി അങ്ങ് കൊടുത്തു. ബഹ്ലോൾ ലോധി എന്ത് ചെയ്തു? പുതിയൊരു ലോധി ഡൈനാസ്റ്റി എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഡൈനാസ്റ്റി അങ്ങ് തുടങ്ങി. ഇപ്പോൾ സയ്യിദ് ഡൈനാസ്റ്റി രണ്ട് പേരെ ഓർക്കേണ്ട. ഒന്ന് കിസിർ ഖാൻ ഫോം ചെയ്ത ആള്, അലാം ഷാ അവസാനത്തെ റൂളർ. പിന്നെ ലോധി ഡൈനാസ്റ്റി വന്നു. ലോധി ഡൈനാസ്റ്റിയുടെ ഫൗണ്ടറാണ് ബഹ്ലോൾ ലോധി. അലാം ഷാ റിട്ടയർ ആയ സമയത്ത് അദ്ദേഹത്തിന് കിരീടം ബഹ്ലോൾ ലോധിക്ക് കൊടുക്കുകയായിരുന്നു. അങ്ങനെ ബഹ്ലോൾ ലോധി എന്ത് ചെയ്തു? ലോധി ഡൈനാസ്റ്റി ഫോം ചെയ്തു. ലോധി ഡൈനാസ്റ്റിയിലെ പ്രശസ്തനായ മറ്റൊരു റൂളറാണ് സിക്കന്ദർ ലോധി. സിക്കന്ദർ ലോധി പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹം ക്യാപിറ്റൽ വീണ്ടും ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, ക്യാപിറ്റൽ അദ്ദേഹം ആഗ്രയിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തത്. ആദ്യം ഡൽഹിയിലായിരുന്നു ഉണ്ടായിരുന്നത്, ഡൽഹിയിൽ നിന്ന് ആഗ്രയിലേക്ക് മാറ്റി ക്യാപിറ്റൽ. അതാണ് സിക്കന്ദർ ലോധി ചെയ്തത്. പിന്നെ വന്ന പ്രധാനപ്പെട്ട റൂളർ ഇബ്രാഹിം ലോധിയാണ്. ഇബ്രാഹിം ലോധിയാണ് ഏറ്റവും അവസാനത്തെ, അല്ലെങ്കിൽ ലോധി ഡൈനാസ്റ്റിയിലെ ഏറ്റവും അവസാനത്തെ റൂളർ എന്നറിയപ്പെടുന്നത് ഇബ്രാഹിം ലോധിയാണ്. ഈ ഇബ്രാഹിം ലോധിയെ ഒന്നാമത്തെ ബാറ്റിൽ ഓഫ് പാനിപ്പത്തിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് ബാബർ പുതിയൊരു സാമ്രാജ്യം സ്ഥാപിച്ചു. അതാണ് മുഗൾ സാമ്രാജ്യം. ഓക്കെ, മുഗൾ രാജാവായിട്ടുള്ള അല്ലെങ്കിൽ മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ബാബർ ഇബ്രാഹിം ലോധിയെ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് 1526 പരാജയപ്പെടുത്തി മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചു. ഇനി നമുക്ക് ഇപ്പോൾ നോക്കേണ്ടത് മുഗൾ സാമ്രാജ്യമാണ്. ഇതിൻ്റെ ഇടയിൽ കുറേ ഇൻസിഡൻറ്റുകളൊക്കെ ഉണ്ട്. നമ്മൾ കണ്ടിന്യൂഷൻ നഷ്ടപ്പെട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടി മുഗൾ സാമ്രാജ്യം കൂടി ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ഇതിനിടയിൽ നടന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, സിക്കിസം, മറാത്ത, വിജയനഗര എംപയർ, ഇതൊക്കെ നമ്മൾ അതിന് ശേഷമാണ് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സ്ലൈഡിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകുന്നു. ഖിൽജി ഡൈനാസ്റ്റിക്ക് ശേഷം വന്ന ഡൈനാസ്റ്റിയാണ് തുഗ്ലക്ക് ഡൈനാസ്റ്റി. തുഗ്ലക്ക് ഡൈനാസ്റ്റിയുടെ ഫൗണ്ടറാണ് ഗാസി മാലിക്. ഗിയാസുദ്ദീൻ തുഗ്ലക്ക് എന്നാണ് അദ്ദേഹത്തിന് ശരിക്കുള്ള പേര്. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ആയിരുന്നു ഇതിലെ പ്രധാനപ്പെട്ട റൂളർ. അദ്ദേഹത്തിന് ബുദ്ധിമാനായ വിഡ്ഢി എന്നൊക്കെ വിശേഷണമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് ആണ് ഈ ഒരു പേര്
കൊടുക്കാൻ കാരണം ഡോബ് മേഖലകൾ, അതായത് യമുന ഗംഗ റീജിയനിൽ ഇടയിൽ കാണപ്പെടുന്ന മേഖലകളിൽ ഒരു ടാക്സ് സിസ്റ്റം നടപ്പിലാക്കി. ക്യാപിറ്റൽ ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് മാറ്റി. ദേവഗിരിയുടെ മറ്റൊരു പേര് ദൗലത്താബാദ്, അങ്ങോട്ടേക്ക് മാറ്റി. ടോക്കൺ കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതൊക്കെയായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ്. ഈ ഒരു ഭരണകാലയളവിലാണ് ഇബൻ ബത്തൂത്ത എന്ന മൊറോക്കോ ട്രാവലർ ഇന്ത്യയിലേക്ക് വരുന്നത്. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് കിത്തബ് ഉൽ റഹ്ല, ഒരു ട്രാവലോഗാണത്. പിന്നെ വന്നത് ഫിറോസ് ഷാ തുഗ്ലക്കാണ്. ഫിറോസ് ഷാ തുഗ്ലക്കിനെ കുറിച്ച് ഓർക്കേണ്ടത് ജസിയ സമ്പ്രദായം നടപ്പിലാക്കി. ഒരു പിൽഗ്രിംസിന് ചാർജ് ചെയ്യുന്ന ഒരു ടാക്സ് ആണ് ഈ ജസിയ എന്ന് പറയുന്നത്. ആ ഒരു കാലഘട്ടത്തിലാണ് ടൈമർ ഇൻവേഷൻ നടക്കുന്നത്. 1398 കാലഘട്ടത്തിൽ മംഗോളിയൻ ലീഡറായിട്ടുള്ള ചെങ്കിസ് ഖാൻ്റെ പിൻഗാമിയായി വന്ന ടൈമർ എന്ത് ചെയ്തു? ഫിറോസ് ഷാ തുഗ്ലക്കിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഭരണം പിടിച്ചെടുത്തു. എന്നിട്ട് പഞ്ചാബിൻ്റെ നോമിനിയായിട്ട് കിസിർ ഖാനെ നിയോഗിച്ചിട്ട് അദ്ദേഹം വീണ്ടും സെൻട്രൽ ഏഷ്യയിലേക്ക് തിരിച്ചുപോയി. അപ്പം അങ്ങനെ കിസിർ ഖാൻ എന്ത് ചെയ്തു? അവിടെ ഒരു പുതിയ ഡൈനാസ്റ്റി ഫോം ചെയ്തു, സയ്യിദ് ഡൈനാസ്റ്റി. സയ്യിദ് ഡൈനാസ്റ്റിയിലെ മറ്റൊരു പോയിന്റ്, അവസാനത്തെ റൂളറായിരുന്നു അലാം ഷാ. അലാം ഷാ താൻ റിട്ടയർ ആകുന്ന സമയത്ത് തൻ്റെ സിംഹാസനം ബഹ്ലോൾ ലോധിക്ക് നൽകുന്നു. ബഹ്ലോൾ ലോധി എന്ത് ചെയ്യുന്നു? ലോധി ഡൈനാസ്റ്റി അവിടെ ഫോം ചെയ്യുന്നു. ലോധി ഡൈനാസ്റ്റിയിലെ മറ്റൊരു റൂളർ സിക്കന്ദർ ലോധി. സിക്കന്ദർ ലോധി എന്ന് പറയുന്നത് ഡൽഹിയെ, ക്യാപിറ്റലായിരുന്ന ഡൽഹിയെ മാറ്റിയിട്ട് ആഗ്രയാക്കി മാറ്റുന്നു. ശേഷം ഇബ്രാഹിം ലോധി വരുന്നു. ഇബ്രാഹിം ലോധിയാണ് ലോധി ഡൈനാസ്റ്റിയിലെ ലാസ്റ്റ് റൂളർ. ഇബ്രാഹിം ലോധി ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് 1526 മുഗൾ രാജാവായിരുന്ന ബാബറോട് പരാജയപ്പെടുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ബാബർ അവിടെ മുഗൾ സാമ്രാജ്യം രൂപീകരിക്കുന്നു. പിന്നെ നമ്മൾ മുഗൾ ഡൈനാസ്റ്റിയിലേക്ക് പോകും. മുഗൾ പീരീഡിലേക്ക് വരുമ്പോൾ ഇത് 2 കാലഘട്ടങ്ങളിലായിട്ടായിരുന്നു ഉണ്ടായത്. അതായത് 1526 മുതൽ 1540 വരെയുള്ളത് ഒരു കാലഘട്ടം. പിന്നെ കുറച്ച് കാലത്തേക്ക് അവർക്ക് ഭരണമില്ല. അതായത് രണ്ടാമത് ഭരിച്ചിരുന്ന ഹുമയൂൺ അവിടെ പരാജയപ്പെട്ട് നാട് കടത്തപ്പെട്ട ഒരു സാഹചര്യമുണ്ടായി. ആ സമയത്ത് സൂർ ഡൈനാസ്റ്റി, അഫ്ഗാനിൽ നിന്ന് വന്നിട്ടുള്ള സൂർ ഡൈനാസ്റ്റി ഒരു 15 വർഷത്തോളം അവിടെ ഭരിച്ചു. പിന്നെ വീണ്ടും ഹുമയൂൺ തിരിച്ചു വന്നു, ഭരണം പിടിച്ചു. 1555 മുതൽ 1857 വരെയുള്ള ഒരു കാലഘട്ടം വീണ്ടും മുഗൾ പീരീഡായിട്ട് തുടർന്നു. ഓക്കെ, അങ്ങനെയായിരുന്നു ഉണ്ടായത്. നമുക്ക് ഹുമയൂൺ പഠിക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പം സ്റ്റാർട്ടിങ്ങിൽ തന്നെ 1526 മുഗൾ ഡൈനാസ്റ്റിക്ക് തുടക്കം കുറിക്കുന്നത്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. 1526 ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ഇബ്രാഹിം ലോധിയെ വധിച്ചിട്ടാണ് ബാബർ ഭരണം പിടിക്കുന്നത്. അതിലൂടെ മുഗൾ ഡൈനാസ്റ്റി അവിടെ ഫോം ചെയ്തു. സോ ഫൗണ്ടർ ഓഫ് മുഗൾ ഡൈനാസ്റ്റി എന്നറിയപ്പെടുന്നത് ആരാണ്? ബാബർ ആണ്. പിന്നെ ആദ്യ ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്, ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് 1526 നടക്കുന്നത്. ആരൊക്കെ തമ്മിലായിരുന്നു? ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിൽ. ഓക്കെ, പിന്നെ തുടർന്ന് വർഷങ്ങളിലും അദ്ദേഹം പല യുദ്ധത്തിലേർപ്പെട്ടു. അതിൽ പ്രധാനപ്പെട്ടതാണ് 1527 ബാറ്റിൽ ഓഫ് കന്യ യുദ്ധം എന്നൊക്കെ അറിയപ്പെടുന്നത്. ബാറ്റിൽ ഓഫ് കന്യയിൽ അദ്ദേഹം രണസംഗനെയാണ് പരാജയപ്പെടുത്തിയത്. രണസംഗൻ എന്ന് പറയുന്നത് ഒരു രജ്പുത്ത് കിങ് ആയിരുന്നു. രണസംഗ വേഴ്സസ് ബാബർ അതായിരുന്നു ബാറ്റിൽ ഓഫ് കന്യ അല്ലെങ്കിൽ ബാറ്റിൽ ഓഫ് കൺവ എന്നൊക്കെ അറിയപ്പെടുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് 1528 തുടർന്ന് പറഞ്ഞ വർഷം ബാറ്റിൽ ഓഫ് ചന്ദേരി. രണസംഗൻ്റെ ലെഫ്റ്റനൻ്റ് ആയിട്ടുള്ള മെദിനി റായിയെയാണ് ബാബർ പരാജയപ്പെടുത്തുന്നത്. മെദിനി റായ് വേഴ്സസ് ബാബർ. ഓക്കെ, തൊട്ടടുത്ത വർഷം 1529 ബാറ്റിൽ ഓഫ് ഗഗറ. ബാറ്റിൽ ഓഫ് ഗഗാറയിൽ ഇബ്രാഹിം ലോധിയുടെ അങ്കിളായിട്ടുള്ള മുഹമ്മദ് ലോധിയെ പരാജയപ്പെടുത്തുന്നു. മുഹമ്മദ് ലോധി വേഴ്സസ് ബാബർ. എല്ലാ യുദ്ധത്തിലും ബാബറാണ് വിജയിച്ചത്. അപ്പം അതിനുശേഷമാണ് അദ്ദേഹം 1530 മരണപ്പെട്ടു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ശവശരീരം അടക്കം ചെയ്തിരിക്കുന്നത് കബൂളിലാണ്. ഓക്കെ,
ടോംബ് സ്ഥിതി ചെയ്യുന്നത് കബൂളിലാണ്. 1530 മരണപ്പെടുന്നത്. എവിടെ വെച്ചിട്ട്? ആഗ്രയിൽ വെച്ചിട്ടാണ് മരണപ്പെടുന്നത് എന്ന് കൂടി ഓർക്കുക. 1530 ആഗ്രയിൽ വെച്ച് മരണപ്പെടുന്നു. അടക്കം ചെയ്ത സ്ഥലം കബൂളാണ്. 4 യുദ്ധം അത് നടന്ന വർഷം, ആരൊക്കെ തമ്മിലാണ് യുദ്ധം നടന്നത്, ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. പിന്നെ വേണ്ടത്, ഇദ്ദേഹം സ്വന്തമായിട്ട് ജീവചരിത്രം രചിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയുടെ പേരാണ് തുസുക്കി ബാബരി. തുസുക്കി ബാബരി. ഈ തുസുക്കി ബാബരി രചിച്ചിട്ടുള്ളത് തുർക്കി ലാംഗ്വേജിലായിരുന്നു. ഈ ഭാഷ മാറ്റി പേർഷ്യൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ്? അബ്ദുർ റഹീം ഖാനേഖാന. അബ്ദുർ റഹീം ഖാനേഖാന. ആ പേർഷ്യൻ ലാംഗ്വേജിൽ ഈ ഓട്ടോബയോഗ്രഫി അറിയപ്പെട്ട പേര് ബാബർ നമ എന്നാണ്. ബാബർ നമ. രചിച്ചത് അബ്ദുൾ റഹീം ഖാനേഖാന. അതുകൂടെ ഒന്ന് ഓർക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ബാബറുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഈ ബാബറിൻ്റെ കാലത്ത് തന്നെയാണ് വെടിമരുന്ന്, പീരങ്കി ഇതൊക്കെ ആദ്യമായിട്ട് ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നത് തന്നെ ഇദ്ദേഹമാണ്, ബാബർ. ഓക്കെ, സോ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഭരണാധികാരിയായിരുന്നു ബാബർ. 4 യുദ്ധം നടത്തി, 4 യുദ്ധത്തിലും വിജയിച്ചു. പിന്നീടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ടോംബ് സ്ഥിതി ചെയ്യുന്നത് കാബൂളിലാണ്. അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് തുസുക്കി ബാബരി. തുസുക്കി ബാബരിയെ പേർഷ്യൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്തത്, ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ്? അബ്ദുർ റഹീം ഖാനേഖാന. അതിൻ്റെ പേരായിരുന്നു ബാബർ നമ. ക്ലിയർ? ഇനി ആ 4 യുദ്ധം ഒന്നുകൂടെ പറയുന്നു. 1526 ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്, ബാബർ വേഴ്സസ് ഇബ്രാഹിം ലോധി. 27 ബാറ്റിൽ ഓഫ് കൻവ, രണസംഗ വേഴ്സസ് ബാബർ. 1528 ബാറ്റിൽ ഓഫ് ചന്ദേരി, മദനി റായ് വേഴ്സസ് ബാബർ. 1529 ബാറ്റിൽ ഓഫ് ഗഗാറ, മുഹമ്മദ് ലോധി വേഴ്സസ് ബാബർ. ക്ലിയർ? ഇനി നമ്മൾ അടുത്ത ഭരണാധികാരിയിലേക്ക് പോകുന്നു. ബാബർ 1530 മരിച്ചു. അതിനുശേഷം തൻ്റെ മകനായിട്ടുള്ള ഹുമയൂൺ ഭരണത്തിലേക്ക് വരുന്നു. ഹുമയൂണും ഒരു ശക്തനായ ഭരണാധികാരിയുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നിട്ടുണ്ട്. 1539 ബാറ്റിൽ ഓഫ് ചൗസ. ബാറ്റിൽ ഓഫ് ചൗസയിൽ സെക്കൻഡ് അഫ്ഗാൻ എംപയറിൽ നിന്ന് വന്നിട്ടുള്ള, അതായത് അഫ്ഗാനിസ്ഥാനിലെ 2ാമത്തെ രാജവംശം, അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു മംഗോളിയൻ ലീഡർ എന്നൊക്കെ പറഞ്ഞ് ചെങ്കിസ് ഖാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ചെങ്കിസ് ഖാൻ, ടൈമർ. ഓക്കെ, അതിനുശേഷം വന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അഫ്ഗാനിസ്ഥാനിലെ ഭരണാധികാരിയായിരുന്നു ഏത്? സൂർ എംപയർ സ്ഥാപിച്ചിട്ടുള്ള, സൂർ എംപയറിലെ പ്രധാനപ്പെട്ട ആളായ ഷേർഷാ സൂരി. ഈ ഷേർഷാ സൂരിയോട് ബാറ്റിൽ ഓഫ് ചൗസയിൽ 1539 പരാജയപ്പെട്ടു. ഓക്കെ, ചൗസ യുദ്ധത്തിൽ ഷേർഷാ സൂരിയോട് ഹുമയൂൺ പരാജയപ്പെട്ടു. പിന്നെ തൊട്ടടുത്ത വർഷം 1540 ഇതേ ഷേർഷാ സൂരിയോട് ഹുമയൂൺ വീണ്ടും പരാജയപ്പെട്ടു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ രാജ്യം അടിയറവ് വെച്ചിട്ട് അദ്ദേഹത്തിന് നാട് കടന്നു പോകേണ്ട ഒരവസ്ഥ വരെ ഉണ്ടായി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നാട് കടന്നു പോയ ആ ഒരു സമയത്താണ് അമർകോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് അക്ബർ ജനിക്കുന്നത്. ഓക്കെ, അദ്ദേഹം 12 വർഷത്തോളമാണ് നാട് കടന്ന് മറ്റൊരു രാജ്യത്തിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോയി നിൽക്കേണ്ടി വന്നത്. ഇറാൻ എന്ന സ്ഥലത്താണ് നാട് കടന്നു പോയത് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഹുമയൂണിനെ നിർഭാഗ്യവനായ മുഗൾ ഭരണാധികാരി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഈ ഹുമയൂൺ ടോംബ് ഉണ്ട്. ഹുമയൂൺ ടോംബ് നിർമ്മിച്ചത് ആരാണെന്ന് ചോദിക്കാറുണ്ട്. അത് നിർമ്മിച്ചത് ഹുമയൂണിൻ്റെ മകനായിട്ടുള്ള അക്ബറാണ്. അത് നിർമ്മിക്കാൻ തുടക്കം കുറിച്ചത് അല്ലെങ്കിൽ ഇനീഷ്യേറ്റ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ ഹുമയൂണിൻ്റെ വൈഫായിരുന്ന ഹാജി ബീഗമാണ്. ഇനി ഹുമയൂൺ ടോംബിൻ്റെ ആർക്കിടെക്റ്റ് ആരാണെന്ന് ചോദിക്കാറുണ്ട്. മിർസ ഗിയാസ് ആണ്. ഓക്കെ, ഇത് ഒരു താജ്മഹൽ മാതൃകയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ടോംബാണെന്ന് കൂടി ഓർക്കുക. പിന്നെ ഹുമയൂണിൻ്റെ ബയോഗ്രഫിയാണ് ഹുമയൂൺ നമ. ഹുമയൂൺ നമ രചിച്ചത് അദ്ദേഹത്തിൻ്റെ സിസ്റ്ററായിട്ടുള്ള ഗുൽബദൻ ബീഗമാണ് എന്ന് കൂടി ഓർക്കുക. ഗുൽബദൻ ബീഗം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഹുമയൂണുമായി ബന്ധപ്പെട്ടിട്ട് ഓർക്കുക. പിന്നെ ഞാൻ പറഞ്ഞു 1540 ആയ സമയത്ത് അദ്ദേഹം ബാറ്റിൽ ഓഫ് കനൗജ് യുദ്ധത്തിൽ പരാജയപ്പെട്ടു. ശേഷം നാട് കടത്തപ്പെട്ടു ഇറാനിലേക്ക്. ആ സമയത്ത് അക്ബർ ജനിച്ചു. പിന്നെ 1555 ആയ സമയത്ത് ഷേർഷാ സൂരിയുടെ പിൻഗാമിയായിട്ട് വന്നിട്ടുള്ള അദിൽ ഷായോട് അല്ലെങ്കിൽ അദിൽ ഷായെ പരാജയപ്പെടുത്തി വീണ്ടും ഭരണം പിടിച്ചു. മുഗൾ രാജവംശം അവിടെ നിലനിർത്തുകയാണ് ചെയ്തത്. 1540 മുതൽ 1555 വരെയുള്ള കാലയളവിൽ
മുഗൾ സാമ്രാജ്യം ഉണ്ടായിരുന്നില്ല എന്നോർക്കുക. അപ്പം ആ ഒരു സമയത്ത് ഭരിച്ചിട്ടുള്ള രാജാക്കന്മാരാണ് സൂർ എംപയർ. അതിലെ പ്രധാനപ്പെട്ട രാജാവാണ് ഷേർഷാ. ഈ ഷേർഷയാണ് ഹുമയൂണിനെ 2 യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത്. ഇതൊക്കെ പറഞ്ഞു. അപ്പം അതിനുശേഷം 1555 ഹുമയൂൺ ഷേർഷയുടെ പിൻഗാമിയായിട്ട് വന്നിട്ടുള്ള ആദിൽ ഷായെ പരാജയപ്പെടുത്തുന്നു. വീണ്ടും ഭരണം പിടിച്ചെടുക്കുന്നു. എന്നിട്ട് അദ്ദേഹം 1 വർഷം കൂടി ഭരിക്കുന്നു. ശേഷം അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിൻ്റെ ലൈബ്രറിയിൽ നിന്നും സ്റ്റെയറിൽ നിന്നും സ്ലിപ്പായിട്ടാണ് അദ്ദേഹം നിലത്ത് വീണിട്ട് മരണപ്പെടുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകൻ അക്ബറാണ് ഭരിച്ചത്. അപ്പോൾ അക്ബറിലേക്ക് പോകുന്നതിന് മുന്നേ ഈ സൂർ എംപയർ, അതായത് ഹുമയൂണിനെ പരാജയപ്പെടുത്തിയ ഷേർഷാ സൂരിയുടെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഈ ഷേർഷാ സൂരി വരുന്നുള്ളത് അഫ്ഗാൻ ഭരണാധികാരിയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം കീഴടക്കിയ സ്ഥലങ്ങളാണ് മൽവ, റതംപോർ, റൈസിൻ, ചിറ്റൂർ. മൽവ, റതംപോർ, റൈസിൻ, ചിറ്റൂർ. സോ ശക്തനായിട്ടൊരു ഭരണാധികാരിയായിരുന്നു ഈ ഷേർഷാ സൂരി എന്നുകൂടി ഓർക്കുക. ഓക്കെ. അപ്പം അതിനുശേഷം അദ്ദേഹം നിർമ്മിച്ച ഒരു കോയിനാണ് റുപ്യ എന്നറിയപ്പെടുന്നത്. റുപ്യ എന്ന പേരിൽ കോയിൻ ഇഷ്യൂ ചെയ്തത് ഷേർഷാ സൂരിയാണ്. ഇദ്ദേഹമാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ചത്. ഗ്രാൻഡ് ട്രങ്ക് റോഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ചതാരാണ്? ഷേർഷാ സൂരിയാണ്. ഈ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൽക്കത്ത എന്നാണ്. കൽക്കത്ത ടു പേഷ്വാർ. കൽക്കത്ത മുതൽ പേഷ്വാർ വരെ പോകുന്ന റോഡാണ് ഈ ഗ്രാൻഡ് ട്രങ്ക് റോഡ്. പേഷ്വാർ എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ സ്ഥലമാണ്. ഇത് നിർമ്മിച്ചത് ഷേർഷാ ആണ് എന്ന് കൂടി ഓർക്കുക. ഓക്കെ. ഇനി ഷേർഷാ സൂരിയുടെ ടോംബ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശശരത്തിലാണ്. ശശരം എന്ന് പറയുന്നത് ബീഹാറിലെ സ്ഥലമാണ്. ബീഹാറിലെ ശശരത്തിലാണ് ഷേർഷാ സൂരിയുടെ ടോംബ് സ്ഥിതി ചെയ്യുന്നതെന്ന് കൂടി ഓർക്കുക. അപ്പം അതിനുശേഷം വന്ന കുറേ ഭരണാധികാരികൾ വന്നു. പിന്നെ ലാസ്റ്റ് വന്നതാണ് ആദിൽ ഷാ. ഈ ആദിൽ ഷായെ പരാജയപ്പെടുത്തിയിട്ടാണ് ഹുമയൂൺ വീണ്ടും മുഗൾ സാമ്രാജ്യം അവിടെ പുനഃസ്ഥാപിക്കുന്നത്. ഓക്കെ. അപ്പം അതിനുശേഷം ഹുമയൂൺ മരിക്കുന്നു. ശേഷം അക്ബർ വരുന്നു. ക്ലിയർ? സോ ഇത്രയും കാര്യങ്ങൾ ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് അക്ബറിലേക്ക് പോവാം. 1556 അക്ബർ ഭരണത്തിലേറി. അദ്ദേഹത്തിന് ആ സമയത്ത് വയസ്സ് വെറും 14 നിരക്ഷരനായിരുന്നു. മതേതര കാഴ്ചപ്പാട് പുലർത്തിയൊരു വ്യക്തിയായിരുന്നു അക്ബർ. അപ്പം 14 വയസ്സ് മാത്രം പ്രായമുള്ളത് കൊണ്ട് തന്നെ അക്ബർ എന്ത് ചെയ്തു? അക്ബറിന് നേരിട്ട് ഭരണത്തിലേക്ക് ഏർപ്പെടാൻ പറ്റിയില്ല. പകരം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റിജൻ്റായിട്ട് ബൈറാം ഖാനെ നിയോഗിച്ചു. ഇത്ര കാലം അദ്ദേഹത്തിന്, അതായത് അക്ബറിന് ഇത്ര വയസ്സാവുന്നത് വരെ തൽക്കാലത്തേക്ക് ഭരണം ബൈറാം ഖാനിലേക്ക് ഏൽപ്പിച്ചു. ഈ ബൈറാം ഖാൻ എന്ന് പറയുന്നത് അക്ബറിൻ്റെ ട്യൂട്ടർ ആയിരുന്നു എന്ന് കൂടി ഓർക്കുക. അങ്ങനെ ബൈറാം ഖാൻ ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് നടക്കുന്നത്. സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് 1556 ഡേറ്റ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹെമുവും ബൈറാം ഖാനുമാണ് യുദ്ധത്തിൽ ഏർപ്പെട്ടത്. മുഗൾ ഡൈനാസ്റ്റിയെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ബൈറാം ഖാൻ വന്നു, അല്ലെങ്കിൽ അക്ബറിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് എന്ന് പറയാം. പിന്നെ ഹെമു എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞ ആദിൽ ഷാ ഉണ്ടല്ലോ, അഫ്ഗാൻ ഭരണാധികാരിയല്ല, സൂർ എംപയറിലെ അവസാന രാജാവായിട്ടുള്ള ആദിൽ ഷായുടെ ഹിന്ദു ജനറൽ ആയിട്ടുള്ള ഹെമുവിനെയാണ് ബൈറാം ഖാൻ ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുന്നത്. ഓക്കെ. അപ്പം അങ്ങനെ ആ യുദ്ധം കഴിഞ്ഞതോടുകൂടി എന്ത് സംഭവിച്ചു? അക്ബറിന് അല്ലെങ്കിൽ മുഗൾ സാമ്രാജ്യത്തിന് ഡൽഹി, ആഗ്ര ഈ മേഖല മൊത്തത്തിൽ കൺട്രോളിലേക്ക് വന്നു. പിന്നീട് അഫ്ഗാൻ ഭരണാധികാരികളുമായിട്ട് ഒരു യുദ്ധം ഉണ്ടായിട്ടില്ല. അഫ്ഗാൻ ഭരണാധികാരികളെ അവിടെ തന്നെ തുടച്ചു മാറ്റി എന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ. അതിനുശേഷം 1576 അക്ബർ ശരിക്ക് ഭരണത്തിലേക്ക് വന്നു. ബൈറാം ഖാനൊക്കെ റീപ്ലേസ് ചെയ്തിട്ട് വന്നു. 1576 ബാറ്റിൽ ഓഫ് ഹാൽഡിഗഡി നടക്കുന്നത്. ബാറ്റിൽ ഓഫ് ഹാൽഡിഗഡിയിൽ റാണ പ്രതാപിനെ അക്ബർ പരാജയപ്പെടുത്തി. റാണ പ്രതാപ് എന്ന് പറയുന്നത് മേവർ ഭരണാധികാരിയായിരുന്നു. മേവർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു രാജസ്ഥാനിലെ ഒരു സ്ഥലമാണ് മേവർ. സോ അവിടെയുള്ള ഭരണാധികാരിയായിരുന്നു റാണ പ്രതാപിനെ അക്ബർ പരാജയപ്പെടുത്തി. അക്ബറിൻ്റെ ആർമി ലീഡ് ചെയ്ത ആളാണ് മാൻസിംഗ് എന്ന് കൂടി ഓർക്കുക. മാൻസിംഗ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മാൻസിംഗ്. ഓക്കെ. അക്ബർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പുതിയൊരു മതമാണ് ദിൻ ഇലാഹി എന്ന് പറയുന്ന മതം ഫോളോ ചെയ്ത ഒരേ ഒരു ഹിന്ദു മതക്കാരനെ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ബിർബാൽ എന്നറിയപ്പെടുന്നത്. ഈ ബിർബാൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ മന്ത്രി സദസ്സിനെ അലങ്കരിച്ച ഒരു വ്യക്തിയായിരുന്നു ബിർബാൽ. അദ്ദേഹം മാത്രമേ ഈ ദിൻ ഇലാഹി എന്ന് പറയുന്ന മതം, അക്ബർ ഫോം ചെയ്ത പുതിയ മതം ഫോളോ ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ
അത് ഫോളോ ചെയ്ത ഒരേ ഒരു ഹിന്ദു മതക്കാരനായിരുന്നു ഈ ബിർബാൽ എന്നറിയപ്പെടുന്നത്. ഓക്കെ, പിന്നെ അക്ബർ ഫോം ചെയ്ത ഒരു കലണ്ടറാണ് ഇലാഹി എന്നറിയപ്പെടുന്നത്. ദിൻ ഇലാഹിയും അങ്ങോട്ട് മാറിപ്പോകാൻ പാടില്ല. കലണ്ടർ എന്ന് തന്നിട്ട് ചിലപ്പോൾ ദിൻ ഇലാഹി എന്ന ഓപ്ഷനിൽ വരും, അത് തെറ്റിപ്പോകാൻ പാടില്ല. അദ്ദേഹം ഫോം ചെയ്ത കലണ്ടറാണ് ഇലാഹി, അദ്ദേഹം ഫോം ചെയ്ത റിലീജിയനാണ് ദിൻ ഇലാഹി. ഇത് രണ്ടും വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇനി വേണ്ടത് അക്ബർ നിർമ്മിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സൃഷ്ടികളാണ്. അതിലൊന്നാണ് ഫത്തേപൂർ സിക്രി. ഫത്തേപൂർ സിക്രി എന്ന് പറയുന്നത് ഒരു പട്ടണമാണ്. ആഗ്ര ഫോർട്ട്, ലാഹോർ ഫോർട്ട്, അലഹബാദ് ഫോർട്ട്, ഹുമയൂൺസ് ടോംബ്. ഫത്തേപൂർ സിക്രി ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു പട്ടണമാണ്. ഇനി ഈ പട്ടണത്തിലേക്ക് ഒരു പ്രവേശന കവാടം കൂടി അക്ബർ നിർമ്മിച്ചിട്ടുണ്ട്. അതാണ് ബുലന്ദ് ദർവാസ. ബുലന്ദ് ദർവാസ ഉള്ളതും യു പി തന്നെയാണ്. ആഗ്രയ്ക്ക് സമീപമായിട്ടാണ് ബുലന്ദ് ദർവാസ ഉള്ളത്. ഇതാണ് ഇന്ത്യയുടെ തന്നെ ഏറ്റവും വലിയ പ്രവേശന കവാടമായിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, ഇന്ത്യയുടെ തന്നെ ഏറ്റവും വലിയ പ്രവേശന കവാടമായിട്ട് അറിയപ്പെടുന്നത് ഈ ബുലന്ദ് ദർവാസയാണ് എന്നുകൂടി ഓർക്കുക. ബുലന്ദ് ദർവാസ നിർമ്മിച്ചത് ഗുജറാത്ത് കീഴടക്കിയതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ്. ഓക്കെ, പിന്നെ പറഞ്ഞു ആഗ്ര ഫോർട്ട്, ലാഹോർ ഫോർട്ട്. ഇതൊക്കെ ഫോർട്ട് കാര്യം ഓർക്കുമ്പോൾ ശ്രദ്ധിക്കുക. ആഗ്ര ഫോർട്ട്, ലാഹോർ ഫോർട്ടൊക്കെ നിർമ്മിച്ചത് അക്ബറാണ്. ഇതേസമയം റെഡ് ഫോർട്ട് നിർമ്മിച്ചത് ഷാജഹാനാണ്. അതൊക്കെ നമ്മൾ ഇനി പറയും. അപ്പോൾ ആ ഫോർട്ടുകളൊക്കെ നിർമ്മിച്ചത് കറക്റ്റ് ആരാണ് എന്ന് ഓർമ്മ വേണം, അല്ലെങ്കിൽ പരസ്പരം മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ അലഹബാദ് ഫോർട്ട്, ഹുമയൂൺസ് ടോംബ്. ഹുമയൂൺസ് ടോംബ് ഓൾറെഡി പറഞ്ഞു. ഹുമയൂൺസ് ടോംബ് നിർമ്മിക്കാൻ തുടക്കമിട്ട ആരായിരുന്നു? ഹുമയൂണിൻ്റെ വൈഫായിരുന്ന ഹാജി ബീഗമാണ്. പക്ഷെ അത് കംപ്ലീറ്റ് ആക്കിയത് ഹുമയൂണിൻ്റെ മകനായുള്ള അക്ബറാണെന്ന് കൂടി ഓർക്കുക. ഓക്കെ, പിന്നെ അക്ബറിൻ്റെ മന്ത്രി സദസ്സിനെ അലങ്കരിച്ച പ്രമുഖ വ്യക്തികളാണ് നവരത്ന എന്നറിയപ്പെടുന്നത്. നവരത്ന എന്ന് പറയുമ്പോൾ 9 ജുവൽസ് എന്ന് പറയുന്നു. അപ്പോൾ ഈ 9 ജുവൽസിൽ പ്രധാനപ്പെട്ട ആൾ മാത്രമേ ഞാനിവിടെ എഴുതിയിട്ടുള്ളൂ. ഇതിൽ 9 ആളില്ല എന്നുകൂടി ഓർക്കുക. ഓക്കെ, പ്രധാനപ്പെട്ട ആളാണൊന്ന് ബിർബാൽ. ഈ ബിർബാലാണ് അക്ബറിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് അറിയപ്പെടുന്നത്. അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അക്ബറിൻ്റെ മന്ത്രിസഭയിലെ അഡ്മിനിസ്ട്രേറ്റർ ആരായിരുന്നു എന്നൊക്കെ എക്സാമിന് ചോദിക്കാം. സോ ബിർബാൽ എന്ന് ഓർക്കുക. പിന്നെ കവി, കഥാകൃത്ത്, ഇതൊക്കെ ആയിരുന്നു അബ്ദുൽ ഫസൽ. അബ്ദുൽ ഫസലിനെ കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹമാണ് അക്ബറിൻ്റെ ബയോഗ്രഫീസ് രചിച്ച വ്യക്തി എന്ന് കൂടി അറിയണം. അക്ബറിൻ്റെ പ്രധാനപ്പെട്ട ബയോഗ്രഫീസാണ് ഐൻ ഇ അക്ബരി, ഐൻ ഇ അക്ബരിയും അക്ബർ നാമയും. ഇത് രണ്ടുമാണ് അക്ബറിൻ്റെ പ്രധാനപ്പെട്ട ബയോഗ്രഫീസ്. ഇത് രണ്ടും രചിച്ചത് അബ്ദുൽ ഫസലാണ്. പിന്നെ അബ്ദുൽ ഫസലിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അദ്ദേഹമാണ് മഹാഭാരതം പേർഷ്യൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. പേർഷ്യൻ ലാംഗ്വേജിലേക്ക് മഹാഭാരതം ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അതിന് പുതിയൊരു പേര് കൊടുത്തു, രാസ്മനമ. ഓക്കെ, ഇതിന് വേർഡിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ബുക്ക് ഓഫ് വാർ എന്നാണ്. ബുക്ക് ഓഫ് വാർ പേർഷ്യൻ ലാംഗ്വേജിലുള്ള മഹാഭാരതമാണ് ഈ രാസ്മനമ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇത് രചിച്ചത് അബ്ദുൽ ഫസൽ. ഇത്രയാണ് അബ്ദുൽ ഫസലുമായി ബന്ധപ്പെട്ടിട്ട് അറിയേണ്ടത്. പിന്നെയുള്ള പ്രമുഖ വ്യക്തിയായിരുന്നു ഫൈസി. പിന്നെ ടോഡർമാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അക്ബറിൻ്റെ ഫിനാൻസ് മിനിസ്റ്റർ ആരായിരുന്നു എന്ന് ചോദിക്കാറുണ്ട്. ടോഡർമാലാണ് എന്ന് ഓർക്കുക. പിന്നെ ഭഗവാൻ ദാസ്, മാൻസിംഗ് ഞാൻ ഓൾറെഡി പറഞ്ഞു. അക്ബറിൻ്റെ ആർമിയെ ലീഡ് ചെയ്ത വ്യക്തിയാണ് മാൻസിംഗ്. പിന്നെയുള്ളത് ടാൻസൺ ചോദിക്കാറുണ്ട്. ടാൻസൺ ഒരു മ്യൂസീഷ്യൻ ആയിരുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഇനി അടുത്ത പറയാനുള്ളത് അക്ബർ തന്നെയാണ് സൈന്യത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി പുതിയൊരു സിസ്റ്റം കൊണ്ടുവന്നത്. ആ സിസ്റ്റത്തിൻ്റെ പേരാണ് മാനസാബ്ദരി സിസ്റ്റം. മാനസാബ്ദരി സിസ്റ്റം എന്ന് പറയുന്നത് സൈന്യത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി നടത്തിയൊരു അഡ്മിനിസ്ട്രേഷനാണ്. ഓക്കെ, ആർമിയുമായി ബന്ധപ്പെട്ട ഒരു അഡ്മിനിസ്ട്രേഷനാണ് മാനസാബ്ദരി സിസ്റ്റം. പിന്നെ 1605 അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ഏതാണ്ട് 50 വർഷത്തോളം നീണ്ടു നിന്ന ഒരു ഭരണ കാലയളവാണ് അവിടെ അവസാനിച്ചത്. 50 49, നമുക്ക് നിയർലി 50 എന്ന് പറയാം. അപ്പം അങ്ങനെ അത് അവസാനിച്ചു. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം നടത്തിയിട്ടുള്ളത് സിക്കന്ദ്രയിൽ വെച്ചാണ്.
ആഗ്രയ്ക്കടുത്തുള്ള സിക്കന്ദ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തെ ശവസംസ്കാരം നടത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടോംബ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ആഗ്ര സിക്കന്ദ്രയിലാണെന്ന് കൂടി ഓർക്കുക. ഓക്കെ. പിന്നെ അക്ബറിൻ്റെ മകനായിരുന്നു സലീം അല്ലെങ്കിൽ ഷെയ്ഖോ ബാബ. അക്ബറിന് കുറേ കാലത്തേക്ക് പുത്രഭാഗ്യം ഉണ്ടായിരുന്നില്ല. അപ്പം അതിനുശേഷം ഒരു സൂഫി സന്യാസിയായിരുന്ന ഷെയ്ഖ് സലീം ചിസ്തി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിനെ ബ്ലസ് ചെയ്തു. അതിനുശേഷമാണ് അക്ബറിന് മകൻ ജനിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സൂഫി സന്യാസിയുടെ പേരായിട്ടുള്ള സലീം എന്ന് ഉൾക്കൊള്ളുന്ന ഭാഗമാണല്ലോ പേര് എന്ന് പറഞ്ഞത്. അപ്പോൾ സലീം എന്നൊരു പേര് അദ്ദേഹത്തിൻ്റെ മകന് കൊടുത്തു. സലീം അല്ലെങ്കിൽ ഷെയ്ഖോ ബാബ, ഇതാണ് അക്ബറിൻ്റെ മകൻ്റെ പേര്. ഇതാണ് ജഹാംഗീർ ആയിട്ട് പിന്നീട് മാറിയത്. ഓക്കെ, ജഹാംഗീർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അക്ബറുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ നമുക്ക് റിപ്പീറ്റ് അടിച്ചിട്ട് അടുത്ത ഭരണാധികാരിയിലേക്ക് പോവാം. ഓക്കെ. അക്ബർ ഭരണം തുടങ്ങുന്നത് 1556 മുതലാണ്. ഏതാണ്ട് 50 വർഷത്തോളം നീണ്ടു നിന്ന ഒരു ഭരണ കാലയളവായിരുന്നു. അക്ബർ ഹുമയൂണിൻ്റെ മകനായിരുന്നു. ഹുമയൂൺ നാട് കടത്തപ്പെട്ട സാഹചര്യത്തിൽ അമർകോട്ടിലാണ് അക്ബർ ജനിക്കുന്നത്. ഹുമയൂൺ വീണ്ടും തിരിച്ചു വന്നു. സൂർ എംപയറിലെ ആദിൽ ഷായെ പരാജയപ്പെടുത്തി വീണ്ടും മുഗൾ സാമ്രാജ്യം അവിടെ പുനഃസ്ഥാപിക്കുന്നു. ശേഷം ഹുമയൂൺ അവിടെ മരണപ്പെടുന്നു. അപ്പോഴാണ് അക്ബർ വരുന്നത്, അക്ബർ രാജാവായിട്ട് വരുന്നത്. 14-ാം വയസ്സിൽ അദ്ദേഹം രാജാവായി. അപ്പം ചെറിയ പ്രായമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ റിജൻ്റായിട്ട് ബൈറാം ഖാനെ വെച്ചു. ബൈറാം ഖാനാണ് സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് 1556 ഹെമുവിനെ പരാജയപ്പെടുത്തുന്നത്. ശേഷം അക്ബർ പൂർണ്ണ ശക്തനായി ഡൽഹി, ആഗ്ര മേഖലകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കയ്യിൽ വന്നു. അഫ്ഗാൻ ഭരണാധികാരികളുടെ പതനം തന്നെ അവിടെ ഉണ്ടായി. അതിനുശേഷം 1576 ബാറ്റിൽ ഓഫ് ഹാൽഡിഗഡിയിൽ റാണ പ്രതാപിനെ അക്ബർ പരാജയപ്പെടുത്തുന്നത്. റാണ പ്രതാപ് എന്ന് പറയുന്നത് മേവർ എന്ന് പറയുന്ന സ്ഥലത്തെ ഭരണാധികാരിയായിരുന്നു. അക്ബർ സ്ഥാപിച്ച പുതിയൊരു മതമാണ് ദിൻ ഇലാഹി. ഈ ദിൻ ഇലാഹി ഫോളോ ചെയ്ത ഒരേ ഒരു ഹിന്ദു മതവിശ്വാസിയായിരുന്നു ബിർബാൽ. ഈ ബിർബാൽ എന്ന് പറയുന്നത് അക്ബറിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. അക്ബർ ഫോം ചെയ്ത ഒരു കലണ്ടറാണ് ഇലാഹി. അക്ബറിൻ്റെ നിർമ്മിതികളാണ് ഫത്തേപൂർ സ്ക്രീ. ഫത്തേപൂർ സ്ക്രീ ഒരു പട്ടണമാണ്. അപ്പം ആ പട്ടണത്തിലേക്കുള്ള ഒരു പ്രവേശന കവാടമാണ് ബുലന്ദ് ദർവാസ ആഗ്രയിലുള്ളത്. ഇതാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രവേശന കവാടമായിട്ട് അറിയപ്പെടുന്നത്. ഗുജറാത്തിനെ കീഴടക്കിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ബുലന്ദ് ദർവാസ അദ്ദേഹം പണിതത്. ആഗ്ര ഫോർട്ട്, ലാഹോർ ഫോർട്ട്, അലഹബാദ് ഫോർട്ട്, ഹുമയൂൺ സ്റ്റോംബ് ഇതൊക്കെ നിർമ്മിച്ചത് അക്ബറാണ്. അക്ബറിൻ്റെ മന്ത്രി സദസ്സിനെ അലങ്കരിച്ച വ്യക്തികളാണ് നവരത്ന അല്ലെങ്കിൽ 9 ജുവൽസ് എന്നറിയപ്പെടുന്നത്. ഇതിലെ പ്രമുഖരാണ് ഒന്ന് ബിർബാൽ, അദ്ദേഹമാണ് അഡ്മിനിസ്ട്രേറ്റർ. അബ്ദുൽ ഫസൽ പറഞ്ഞു. അബ്ദുൽ ഫസലാണ് അക്ബറിൻ്റെ ബയോഗ്രഫി ആയിട്ടുള്ള ഐനി അക്ബരി അക്ബർ നാമൊക്കെ രചിച്ചത്. പിന്നെ മഹാഭാരതത്തിൻ്റെ പേർഷ്യൻ ട്രാൻസ്ലേഷൻ നടത്തിയതും അബ്ദുൽ ഫസലാണ്. പേർഷ്യൻ ഭാഷയിലുള്ള മഹാഭാരതം അറിയപ്പെടുന്ന പേരാണ് രാസ്നമ, ബുക്ക് ഓഫ് വാർ എന്ന് പറയാം. പിന്നെ ഫൈസി ആണ് മറ്റൊരു 9 ജുവൽസ് ഓഫ് അക്ബർ ഉൾപ്പെടുന്നത്. ടോഡർമാൽ അതിൽ പെടുന്നതാണ്. ടോഡർമാലാണ് അക്ബറിൻ്റെ ഫിനാൻസ് മിനിസ്റ്റർ. ഭഗവാൻ ദാസ്, മാൻസിംഗ്, ടാൻസൻ ഇവരൊക്കെ അക്ബറിൻ്റെ മന്ത്രി സദസ്സിലെ അലങ്കരിച്ച വ്യക്തികളാണ് എന്ന് കൂടി ഓർക്കുക. മാനസാബ്ദരി സിസ്റ്റം കൊണ്ടുവന്നത് അക്ബറാണ്. 1605 അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം നടത്തിയിട്ടുള്ളത് ആഗ്രയിലെ സിക്കന്ദ്ര എന്ന് പറയുന്ന സ്ഥലത്താണ്. അക്ബറിൻ്റെ സണ്ണാണ് സലീം, ഷെയ്ഖോ ബാബ എന്ന് അറിയപ്പെടും. ഇതാണ് പിന്നീട് ജഹാംഗീർ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ഓക്കെ, ഇനി ജഹാംഗീറിലേക്ക് വരുമ്പോൾ 1605 അക്ബർ മരണപ്പെടുന്നു. ആ സമയത്താണ് ജഹാംഗീർ ഭരണം ഏറ്റെടുക്കുന്നത്. ജഹാംഗീറിൻ്റെ വൈഫായിരുന്നു മിഹിർ ഉൻ നിസ, ഓക്കെ, അല്ലെങ്കിൽ നൂർ ജഹാൻ എന്നറിയപ്പെടുന്നത്. ആ വൈഫിൻ്റെ പേര് അവിടെ എടുത്തു പറയാൻ കാരണം ഭരണത്തിൽ ജഹാംഗീറിനെ നല്ല രീതിയിൽ സഹായിച്ചു, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു സ്റ്റേറ്റ് അഫയേഴ്സ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ മിഹിർ ഉൻ നിസ എന്ന് പറയുന്നത്. 1608 1615 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും ബ്രിട്ടീഷ് കിങ്ങിൻ്റെയും അംബാസിഡേഴ്സായിട്ട് 2 ആൾക്കാർ ഇന്ത്യയിലേക്ക് കടന്നു വന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. 1608
ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് ജഹാംഗീറിൻ്റെ സദസ്സിലേക്ക് കടന്നു വന്നു. ഈ വില്യം ഹോക്കിൻസ് എന്ന് പറയുന്ന വ്യക്തി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് സഭയിലേക്ക് കടന്നു വന്നത്. അദ്ദേഹത്തിൻ്റെ മെയിൻ ഉദ്ദേശം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരു പുതുതായിട്ടൊരു ഫാക്ടറി ഇന്ത്യയിൽ ഓപ്പൺ ആക്കണം എന്നുണ്ടായി, സൂറത്ത് എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ അതിൻ്റെ പെർമിഷൻ ചോദിച്ചുകൊണ്ടാണ് 1608 ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് എന്ന് പറയുന്ന വ്യക്തി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഓക്കെ, അതിനുശേഷം 1615 സർ തോമസ് റോ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നു. അദ്ദേഹം ഇംഗ്ലണ്ടിൻ്റെ കിങ് ആയിട്ടുള്ള ജെയിംസ് ഒന്നാമൻ്റെ അംബാസിഡർ കൂടിയാണ്. അപ്പോൾ അംബാസിഡർ ആയിട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. എന്നിട്ട് ജഹാംഗീറിൻ്റെ കോർട്ടിൽ അപ്പിയർ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിർമ്മിച്ചു, അപ്പോൾ അതിന് പ്രൊട്ടക്ഷൻ നൽകാൻ വേണ്ടിയിട്ട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് സർ തോമസ് റോ ഇന്ത്യയിലേക്ക് വന്നത്. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ് പോയിന്റ്, മുഗൾ ചിത്രകലയെ പരമകോടിയിലെത്തിച്ച ഒരു വ്യക്തിയാണ് ജഹാംഗീർ. മുഗൾ പെയിൻറ്റിങ് അതിൻ്റെ പീക്കിലെത്തിയ ഒരു ടൈമായിരുന്നു ജഹാംഗീറിൻ്റെ കാലഘട്ടം എന്ന് കൂടി ഓർക്കുക. ചിത്രകലയാണ് ജഹാംഗീറെങ്കിൽ ഷാജഹാൻ എന്ന് പറയുന്നത് നിർമ്മിതികളുടെ രാജകുമാരനാണ്. ഓക്കെ, അത് രണ്ടും മനസ്സിലാക്കുക വ്യത്യാസം. ജഹാംഗീർ രചിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്മരണകളാണ് അല്ലെങ്കിൽ ഓർമ്മക്കുറിപ്പാണ് തുസുഖ് ഇ ജഹാംഗീരി എന്നറിയപ്പെടുന്നത്. ജഹാംഗീറിൻ്റെ സൃഷ്ടികളാണ് ഒന്ന് മോട്ടി മസ്ജിദ്, ലാഹോറിലെ മോട്ടി മസ്ജിദ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക. മോട്ടി മസ്ജിദ് 3 എണ്ണം ഉണ്ട്. ലാഹോറിലെ മോട്ടി മസ്ജിദ് നിർമ്മിച്ചത് ജഹാംഗീറാണ്. ആഗ്രയിലെ മോട്ടി മസ്ജിദ് നിർമ്മിച്ചത് ഷാജഹാനാണ്. റെഡ് ഫോർട്ടിൽ മോട്ടി മസ്ജിദ് നിർമ്മിച്ചത് ഔറംഗസേബാണ്. ഇത് 3ഉം ഓർക്കുക, മാറിപ്പോറ്. ഷാലിമാർ ബാഗ്, പിഞ്ചോ, നിഷാന്ത് ബാഗ്, ഇത് 3ഉം പൂന്തോട്ടങ്ങളാണ്. ഈ 3 പൂന്തോട്ടങ്ങളും നിർമ്മിച്ചതാരാണ്? ജഹാംഗീർ തന്നെയാണ്. ഓക്കെ, ജഹാംഗീർ മരണപ്പെട്ടു 1627. ആ സമയത്ത് അദ്ദേഹത്തെ അടക്കം ചെയ്തത് ലാഹോറിലാണ്. സോ ജഹാംഗീറിൻ്റെ ടോംബ് കാണപ്പെടുന്നത് ലാഹോറിലാണ്. ജഹാംഗീറിൻ്റെ മകനാണ് ഖുറാം എന്നറിയപ്പെടുന്നത്. ഈ പേര് മാറിയിട്ടാണ് ഷാജഹാൻ എന്ന് പിന്നീട് അറിയപ്പെടാൻ തുടങ്ങിയത്. ഓക്കെ, 1628 ഷാജഹാൻ അധികാരത്തിലേക്ക് വരുന്നത്. ഏതാണ്ട് 30 കൊല്ലത്തോളം നീണ്ടു നിന്ന ഭരണകാലയളവായിരുന്നു. നിർമ്മിതികളുടെ രാജകുമാരൻ, ശില്പകല അതിൻ്റെ പരമകോടിയിലെത്തിച്ച മുഗൾ രാജാവായിരുന്നു ഷാജഹാൻ. ഓക്കെ, നിർമ്മിതികളുടെ രാജകുമാരൻ, ശില്പികളുടെ രാജകുമാരൻ എന്നൊക്കെ വിശേഷണങ്ങൾ ഷാജഹാൻ ഉണ്ട്. ഷാജഹാൻ്റെ പ്രധാനപ്പെട്ട നിർമ്മിതികളാണ് താജ്മഹൽ, റെഡ് ഫോർട്ട്, ജമാ മസ്ജിദ്, താജ്മഹൽ ഓൾറെഡി പറഞ്ഞു, മോട്ടി മസ്ജിദ്. ഓക്കെ, താജ്മഹൽ 1653 നിർമ്മിക്കുന്നത്. തൻ്റെ പത്നിയായിട്ടുള്ള മുംതാജ് മഹലിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് താജ്മഹൽ 1653 പണി കഴിപ്പിക്കുന്നത്. താജ്മഹലിൻ്റെ ആർക്കിടെക്റ്റ് ആരാണെന്ന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ സൃഷ്ടാവ് ആരാണെന്ന് ചോദിക്കാറുണ്ട്. അത് ഉസ്താദ് ഇസയാണെന്ന് ഓർക്കുക. ഉസ്താദ് ഇസ താജ്മഹൽ പണി കഴിച്ചത്. ഓക്കെ, താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് യമുന നദിയുടെ തീരത്തായിട്ടാണ്. ഓക്കെ, മാർബിളിൻ്റെ ഇതിഹാസം എന്നൊക്കെ അറിയപ്പെടുന്നത് താജ്മഹലാണ്. ഇങ്ങനെ കുറേ വിശേഷണങ്ങൾ താജ്മഹലിനുണ്ട്. പിന്നെ റെഡ് ഫോർട്ട്, ഡൽഹിയിലെ റെഡ് ഫോർട്ട് നിർമ്മിച്ചത് ഷാജഹാനാണ്. ജമാ മസ്ജിദ് നിർമ്മിച്ചത് ഷാജഹാനാണ്. മോട്ടി മസ്ജിദ് ആഗ്രയിൽ നിർമ്മിച്ചത് ഷാജഹാനാണ്. ഈ ഷാജഹാൻ ഭരിക്കുന്ന കാലത്ത് തന്നെയാണ് മുഗളന്മാരുടെ സുവർണ കാലഘട്ടം എന്ന് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, മുഗളന്മാരുടെ സുവർണ കാലഘട്ടം. ഷാജഹാൻ്റെ മകനാണ്, അല്ലെങ്കിൽ ഷാജഹാന് 4 മക്കളുണ്ടായിരുന്നു. അതിലൊരു വ്യക്തിയാണ് ഡാറാ ഷിക്കോ എന്നറിയപ്പെടുന്നത്. ഡാറാ ഷിക്കോവിൻ്റെ പ്രത്യേകത അദ്ദേഹമാണ് ഉപനിഷത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഓക്കെ, ഉപനിഷത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഡാറാ ഷിക്കോവിന് കൊടുത്ത ടൈറ്റിലാണ്, അല്ലെങ്കിൽ ഷാജഹാൻ ഡാറാ ഷിക്കോവിന് കൊടുത്ത ടൈറ്റിലാണ് സുൽത്താൻ ബുലന്ദ് ഇക്ബാൽ. ഇത് റീസെൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സുൽത്താൻ ബുലന്ദ് ഇക്ബാൽ എന്ന് പറയുന്നത് ആരുടെ ടൈറ്റിലാണ് എന്ന് ചോദിച്ചിട്ട്. ഓക്കെ, ഡാറാ ഷിക്കോ എന്ന് ഓർക്കുക. പിന്നീട് ഷാജഹാൻ്റെ 4 മക്കൾ പരസ്പരം യുദ്ധത്തിലേർപ്പെട്ടു. അപ്പം അങ്ങനെ യുദ്ധത്തിലേർപ്പെട്ടപ്പോൾ അതിൽ എല്ലാ യുദ്ധത്തിലും ജയിച്ചു വന്നൊരു വ്യക്തിയാണ് ഔറംഗസേബ്. സോ ഔറംഗസേബ് അവിടെ വിജയിച്ചു 1659 ആയപ്പോൾ. എന്നിട്ട് ആ വിജയിച്ച സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു? 1659 അദ്ദേഹം പുതിയൊരു പേര് എടുത്തു, അലാംഗീർ എന്ന പേര്. ഈ യുദ്ധത്തിൻ്റെ വിജയിച്ചതിൻ്റെ സ്മരണയ്ക്കായിട്ട്. അതിന് ശേഷം പിന്നീട് ഭരിച്ചത്
ജഹാംഗീർ ആയിരുന്നു. ഓക്കെ, ജഹാംഗീറിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ഈ ഒരു സ്ലൈഡ് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഫാസ്റ്റായിട്ട് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, ജഹാംഗീറിൻ്റെ ഭരണകാലയളവ് 1605 മുതൽ 1627 വരെ. അക്ബറിൻ്റെ മകനായിരുന്നു, സലീം എന്ന പേരിൽ അറിയപ്പെടുന്നു. ജഹാംഗീറിൻ്റെ വൈഫായിരുന്നു മിഹ്റുൻ നിസ. സ്റ്റേറ്റ് അഫയേഴ്സിൽ വളരെ രീതിയിൽ കൈകടത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ജഹാംഗീറിൻ്റെ ഭാര്യയായിട്ടുള്ള മിഹ്റുൻ നിസ അല്ലെങ്കിൽ നൂർജഹാൻ എന്ന് പറയുന്നത്. 1608 കാലയളവിലാണ് ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് ജഹാംഗീറിൻ്റെ സദസ്സിലേക്ക് വരുന്നത്. സൂറത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരു ഫാക്ടറി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ ചോദിച്ചുകൊണ്ടാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് ജഹാംഗീറിൻ്റെ കോർട്ടിലേക്ക് വരുന്നത്. 1615 ഇംഗ്ലണ്ടിൻ്റെ കിങ് ആയിട്ടുള്ള ജെയിംസ് ഒന്നാമൻ്റെ അംബാസിഡർ ആയിട്ടാണ് തോമസ് റോ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫാക്ടറിക്ക് സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ടായിരുന്നു തോമസ് റോയുടെ ഇന്ത്യയിലേക്കുള്ള ആ ഒരു കടന്നുവരവ്. ജഹാംഗീർ എന്ന ഒരു പേരിൻ്റെ ഒരു വിശേഷണമുണ്ട്, കോൺകറർ ഓഫ് ദ വേൾഡ്, കോൺകറർ ഓഫ് ദ വേൾഡ്. പിന്നെ പറഞ്ഞത് മുഗൾ പെയിൻറ്റിങ്ങിനെ അതിൻ്റെ പരകോടിയിൽ എത്തിച്ച വ്യക്തിയാണ് ജഹാംഗീർ. ശില്പകലയെ പരകോടിയിൽ എത്തിച്ചത് ഷാജഹാൻ. തുസൂക്കി ജഹാംഗീരി രചിച്ചതാരാണ്? ജഹാംഗീറാണ്. അത് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പായിട്ടാണ് അറിയപ്പെടുന്നത്. ജഹാംഗീറിൻ്റെ നിർമ്മിതികളാണ് മോട്ടി മസ്ജിദ് ലാഹോറിൽ, ഷാലിമാർ ബാഗ്, പിഞ്ചോർ, നിഷാൻ ബാഗ്. ജഹാംഗീർ മരണപ്പെടുന്നത് ലാഹോറിലാണ്. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം നടത്തിയിട്ടുള്ളത് ലാഹോറിലാണ്. ഖുറാമാണ് മകൻ. ഖുറാം എന്ന പേരാണ് പിന്നീട് ഷാജഹാൻ എന്നറിയപ്പെടാൻ തുടങ്ങിയത്. 1628 മുതൽ 1658 വരെയുള്ള കാലയളവിൽ ഷാജഹാൻ ഭരിച്ചു. ആർക്കിടെക്ചർ കിങ്, നിർമ്മിതികളുടെ രാജകുമാരൻ, ശില്പികളുടെ രാജകുമാരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഷാജഹാനാണ്. അദ്ദേഹത്തിൻ്റെ നിർമ്മിതികളാണ് താജ്മഹൽ. 1653 ഉസ്താദ് ഈസ പണി കഴിപ്പിച്ചു. മുംതാജ് മഹലിൻ്റെ ഓർമ്മയ്ക്കായിട്ട് പണിതതാണ് ഈ താജ്മഹൽ. റെഡ് ഫോർട്ട്, ജമാ മസ്ജിദ്, മോട്ടി മസ്ജിദ് അറ്റ് ആഗ്ര ഇതൊക്കെ നിർമ്മിച്ചത് ഷാജഹാനാണ്. ഷാജഹാൻ്റെ മക്കൾ 4 മക്കളുണ്ടായിരുന്നു. അതിലൊരാളായിരുന്നു ഡാരാഷിക്കോ. ഡാരാഷിക്കോ ആണ് ഉപനിഷത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്തത്. അദ്ദേഹത്തിന് കൊടുത്ത ടൈറ്റിലാണ് സുൽത്താൻ ബുലന്ദ് ഇക്ബാൽ. മറ്റൊരു മകനായിട്ടുള്ള ഔറംഗസേബ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. 4 മക്കളുണ്ടായി. അതിൽ ഔറംഗസേബും മറ്റ് 3 മക്കളും തമ്മിൽ യുദ്ധം നടന്നു. ഔറംഗസേബ് എല്ലാവരെയും പരാജയപ്പെടുത്തി രാജാവായിട്ട് മാറി. അപ്പോൾ ആ രാജാവായ സമയത്ത് എന്ത് ചെയ്തു? ഷാജഹാനെ തടവിലേക്ക് മാറ്റി. തടവിൽ കടന്നിട്ടാണ് ഷാജഹാൻ മരണപ്പെടുന്നത്. ഔറംഗസേബ് 1658 ഭരണത്തിൽ വരുന്നത്. 1659 യുദ്ധവിജയത്തിൻ്റെ സ്മരണയ്ക്കായിട്ട് അലാംഗിർ എന്ന പേര് സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ ടൈറ്റിൽ സ്വീകരിക്കുന്നത്. ദാരേഷ്, സിന്ദാ ഫക്കീർ എന്നൊക്കെ വിശേഷണമുള്ളതും ഔറംഗസേബിനെ തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിത രീതികളാണ്. അദ്ദേഹം ഒരു ഇസ്ലാം ഫോളോവർ ആയിരുന്നു. ഇതുവരെയായിട്ടും ഒരു വൈൻ്റെ ടേസ്റ്റ് അറിഞ്ഞിട്ടില്ല. പിന്നെ അദ്ദേഹം കിടന്നുറങ്ങിയിരുന്നത് നിലത്തായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള കുറേ പ്രത്യേകതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹത്തിനെ ദാരേഷ് അല്ലെങ്കിൽ സിന്ദാ ഫക്കീർ എന്നൊക്കെ വിശേഷിപ്പിച്ചത്. സിന്ദാപിർ എന്നൊരു വിശേഷണം കൂടി ഉണ്ടായി. ദ ലിവിങ് സാൻ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന സന്യാസി എന്നൊരു വിശേഷണമുള്ളതും ഔറംഗസേബിന് തന്നെയാണ്. പിന്നെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണ് മുഗൾ രാജവംശം ഏറ്റവും കൂടുതൽ ഏരിയ ഇന്ത്യയിൽ കവർ ചെയ്തത്. ഓക്കെ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഏരിയയുടെ കൺട്രോള് കിട്ടിയിട്ടുള്ളത് ഔറംഗസേബിൻ്റെ കാലയളവിലായിരുന്നു. ഓക്കെ, പിന്നെ അദ്ദേഹം പണി കഴിപ്പിച്ച സൃഷ്ടികളാണ് ഒന്ന് ഗാർഡൻ ഓഫ് മുഗൾസ്. ഇത് എക്സാമിന് ചോദിച്ചതാണ്. ഗാർഡൻ ഓഫ് മുഗൾസ് അല്ലെങ്കിൽ സിറ്റി ഓഫ് ഗാർഡൻ ആരാണ് നിർമ്മിച്ചത് എന്ന്? ഔറംഗസേബാണ്. ലാഹോറിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുകൂടി ഓർക്കുക. ഓക്കെ, പിന്നെ ബാദ്ഷാ മസ്ജിദ്, ലാഹോറിലെ ബാദ്ഷാ മസ്ജിദ്, ഡൽഹിയിലെ മോട്ടി മസ്ജിദ്, ബീബി കാ മക്ബാറ ഔറംഗാബാദിലുള്ളത്, ഇതൊക്കെ പണി കഴിപ്പിച്ചതാരാണ്? ഔറംഗസേബാണ്. ഇതിൽ എടുത്തു പറയേണ്ടത് ബീബി കാ മക്ബാറയാണ്. ബീബി കാ മക്ബാറ സ്ഥിതി ചെയ്യുന്നത് ഔറംഗാബാദിലാണ്, മഹാരാഷ്ട്രയിൽ. ഇത് നിർമ്മിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള റാബിയ ദുറാനിയുടെ ഓർമ്മയ്ക്കായിട്ടാണ്. ഫത്വ ഇ അൽംഗിരി എന്ന് പറയുന്നത് ഒരു റയർ ഫാക്റ്റാണ്. അത് എക്സാമിന് ചോദിച്ചതാണ്. അപ്പം ഇതെന്ന് വെച്ചാൽ ഒരു മുസ്ലിം ലോ ആണ്. അപ്പം ഈ മുസ്ലിം ലോ ഫത്വ ഇ അൽംഗിരി എന്ന് പറയുന്ന മുസ്ലിം ലോ എഴുതപ്പെട്ടത് ഔറംഗസേബിൻ്റെ കാലഘട്ടത്തിലാണ്. ഔറംഗസേബിൻ്റെ ശവസംസ്കാരം നടത്തിയിട്ടുള്ളത് ദൗലത്താബാദിലാണ്. ദൗലത്താബാദ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഔറംഗസേബുമായി ബന്ധപ്പെട്ടിട്ട് പഠിക്കാനുള്ളത്. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ശിവാജി, മറാത്ത രാജാവായിട്ടുള്ള ശിവാജിയുമായിട്ട്
ഔറംഗസേബ് യുദ്ധത്തിലൊക്കെ ഏർപ്പെടുന്ന ടൈം ശിവാജിയുമായിട്ട് ട്രീറ്റി ഓഫ് പുറാന്തർ ഒക്കെ രൂപീകരിക്കുന്നത് ഔറംഗസേബാണ്. അതൊക്കെ നമുക്ക് മറാത്ത കിങ്ഡം പഠിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, സോ ഔറംഗസേബുമായി ബന്ധപ്പെട്ടിട്ട് ഇത്രയും കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഔറംഗസേബിന് ശേഷം പല പല ഭരണാധികാരികൾ വീണ്ടും വന്നു. ബഹദൂർ ഷാ ഒന്നാമൻ, അലാംഗീർ രണ്ടാമൻ, ഇങ്ങനെ പല പല ഭരണാധികാരികൾ വന്നു. പക്ഷെ ഏറ്റവും പോപ്പുലർ ആയിട്ട് അറിയപ്പെടുന്ന അവസാന ഭരണാധികാരി എന്നറിയപ്പെടുന്നത് ഔറംഗസേബ് തന്നെയാണ്. പിന്നെ 1857 റിവോൾട്ട് ഉണ്ടാവുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ഭരണാധികാരിയായിരുന്നു അക്ബർ രണ്ടാമൻ. ഈ അക്ബർ രണ്ടാമൻ ഇവിടെ പറയാൻ കാരണം ഇന്ത്യൻ റിനൈസൻസിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന രാജാറാം മോഹൻ റായിക്ക് രാജ എന്നൊരു പേര് ഇട്ട് വിശേഷിപ്പിച്ചത് അക്ബർ രണ്ടാമനാണ്. ഇതും മുഗൾ ചക്രവർത്തിമാരിൽ പെടുന്ന വ്യക്തിയാണ്. 1857 റിവോൾട്ട് നടക്കുന്ന സമയത്തുള്ള ഭരണാധികാരിയായിരുന്നു ബഹദൂർ ഷാ രണ്ടാമൻ. ആ ഒരു പേര് കൂടി ഓർക്കുക. ഓക്കെ, ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു 1857 റിവോൾട്ട് നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഭരണാധികാരി. ഇദ്ദേഹത്തിനെ റങ്കൂണിലേക്കൊക്കെ നാട് കടത്തപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായി. റങ്കൂൺ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മ്യാൻമാർ ആണ്. ആ ഒരു സ്ഥലത്തേക്കൊക്കെ അദ്ദേഹത്തെ നാട് കടത്തപ്പെട്ടു. അല്ലെങ്കിൽ 1857 റിവോൾട്ടിന് നേതൃത്വം കൊടുത്ത വ്യക്തി എന്നൊക്കെ അറിയപ്പെടുന്നതും ബഹദൂർ ഷാ രണ്ടാമൻ തന്നെയാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് മുഗൾ പീരീഡുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി ഈ ഒരു സൈഡ് പറഞ്ഞ കാര്യങ്ങളോടി പറഞ്ഞതിന് ശേഷം നമുക്ക് ഈ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം. സോ ഔറംഗസേബ് വരുന്നത് 1658 ഷാജഹാന്റെ മകനാണ്. ഷാജഹാന്റെ മറ്റു മക്കളെയൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഔറംഗസേബ് ഭരണത്തിലെത്തുന്നത് 1658. 1659 എല്ലാവരെയും പരാജയപ്പെടുത്തി എന്ന അതിൻ്റെ സ്മരണയ്ക്കായിട്ട് അലാംഗീർ എന്നൊരു പേര് സ്വീകരിച്ചു. ഡാരേഷി, സിന്ധാ ഫക്കീർ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് ഔറംഗസേബിനെ തന്നെയാണ്. സിന്ധാപീർ അല്ലെങ്കിൽ ദ ലിവിങ് സാൻഡ് എന്നൊക്കെ അറിയപ്പെടുന്നതും ഔറംഗസേബ് തന്നെയാണ്. ഔറംഗസേബിന്റെ ഭരണകാലയളവിലാണ് മുഗൾ രാജവംശം ഇന്ത്യയുടെ പരമാവധി ഏരിയ കവർ ചെയ്തിരുന്നത്. ഔറംഗസേബിന്റെ നിർമ്മിതികളാണ് ഗാർഡൻ ഓഫ് മുഗൾസ് ഓർ സിറ്റി ഓഫ് ഗാർഡൻ ഇൻ ലാഹോർ, ബാദ്ഷാ മസ്ജിദ് ഇൻ ലാഹോർ, മോട്ടി മസ്ജിദ് ഇൻ ഡൽഹി, ബീബിക മക്ബാറ ഇൻ ഔറംഗാബാദ്. ബീബിക മക്ബാറ നിർമ്മിച്ചിട്ടുള്ളത് തൻ്റെ ഭാര്യ ആയിട്ടുള്ള റാബിയ ദുറാനിയുടെ ഓർമ്മയ്ക്കായിട്ടാണ്. ഓക്കെ, പിന്നെ ഫത്വ ഇ ആലംഗിരി എന്ന് പറയുന്നത് ഔറംഗസേബിന്റെ കാലത്ത് എഴുതപ്പെട്ടിട്ടുള്ള ഒരു മുസ്ലിം ലോ ആണ്. അദ്ദേഹത്തിന് ശവസംസ്കാരം നടത്തിയിട്ടുള്ളത് ദൗലത്താബാദിലാണ്. ഔറംഗസേബിന് ശേഷം വന്നിട്ടുള്ള ഭരണാധികാരികൾ പലതാണ്. അതിനുശേഷം വന്ന ലാസ്റ്റോട്ടായിട്ട് വന്നിട്ടുള്ള ഒരാളാണ് അക്ബർ രണ്ടാമൻ. അക്ബർ രണ്ടാമനാണ് രാജാറാം മോഹൻ റോയിയെ രാജ എന്ന് വിശേഷിപ്പിച്ചത്. 1857 റിവോൾട്ട് നടക്കുന്ന സമയത്ത് ആ റിവോൾട്ടിന് നേതൃത്വം കൊടുത്ത വ്യക്തി എന്നൊക്കെ അറിയപ്പെടുന്നത് ബഹദൂർ ഷാ രണ്ടാമനാണ്. ഈ ബഹദൂർ ഷാ രണ്ടാമനെയാണ് രംഗൂണിലേക്ക് നാട് കടത്തിയത് എന്നുകൂടി ഓർക്കുക 1858. ക്ലിയർ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മുഗൾ രാജവംശവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. സോ ഇനി നമുക്ക് കവർ ചെയ്യാനുള്ളത് ബാക്കി കാര്യങ്ങളായിട്ടുള്ള മറാത്ത കിങ്ഡം, സിക്കിസം, വിജയനഗര എംപയർ തുടങ്ങിയ കാര്യങ്ങളാണ്. സോ ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ് SSC മലയാളി.